ഫോട്ടോഡൈനാമിക് തെറാപ്പി എന്ന് പറഞ്ഞൊരു ഒരു ടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ നമുക്ക് ഏർലി സ്റ്റേജ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഈ സർജിക്കലി എക്സൈസ് ടിഷ്യൂ സാമ്പിൾസിൽ നമുക്ക് എങ്ങനെയാണ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എക്സ്പ്ലോറേറ്ററി വർക്കാണ് ചെയ്തത്. അപ്പോൾ സ്ക്രീനിങ് കഴിഞ്ഞ് അപ്പം തന്നെ വിത്തിൻ 2 minutes യു ക്യാൻ നോ വെദർ ദ ടിഷ്യൂ ഈസ് ഹെൽത്തി ഓർ പൊട്ടൻഷ്യലി മാലിഗ്നൻറ്റ്, അതായത് പ്രീ ക്യാൻസർ ആണെന്ന് അറിയാൻ പറ്റും, അതോ മാലിഗ്നൻ്റ് ആണെന്ന് അറിയാൻ പറ്റും. ഈ ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിറ്റക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം വരുന്നത്? കൂടുതൽ ഡെത്ത് റേറ്റ്സ് വരും. 50%, more than 50% of people who are diagnosed with oral cancer end up in death. ഈവൻ വെറും ഒരു അൾസർ, വായിൽ നമ്മൾ ഈ ടൂത്ത് ബൈറ്റ് കൊണ്ട് ഒരു ചീക്കിലൊരു അൾസർ വന്നു കഴിഞ്ഞാൽ അതുവരെ നോൺ ഹീലിംഗ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിൻ്റെ കൺസ്യൂമബിൾ, സാധാരണ പല ഡിവൈസിന് കൺസ്യൂമബിൾ കോസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ എന്തെങ്കിലും കെമിക്കൽ വാങ്ങുമോ വേറെ എന്തെങ്കിലും ആക്സസറി വാങ്ങേണ്ടി വരും. ഇതൊന്നും വേണ്ട, വെറുതെ ലൈറ്റ് അടിക്കുക, അതിനുള്ള എമിഷൻ നോക്കുക, അപ്പം എന്ന് അറിയാം. ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പുറത്തെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലത്തെ ഹെൽത്ത് സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണില്ല? ഇൻ്റർനാഷണൽ നമ്മളൊരു എഫേർട്ട് എടുക്കുന്നത് ഇപ്പം ജപ്പാനിലാണ്. തോറ്റോടാനുള്ള രീതിയിൽ പോകരുത്, നമ്മൾ നേടിയേ എടുക്കൂ എന്നുള്ള രീതിയിൽ ദൃഢനിശ്ചയത്തോടെ പോയി കഴിഞ്ഞാൽ ഏത് സ്റ്റാർട്ടപ്പാണ് ഫൗണ്ടേഷനാണെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റും. ദ മലബാർ ജേണലിലെ സ്പാർക്കപ്പ് സീരീസിൽ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് തിരുവനന്തപുരത്തുള്ള സാസ്കാൻ മെഡിടെക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സിഇഒയും ഫൗണ്ടറുമായിട്ടുള്ള ഡോക്ടർ സുഭാഷ് നാരായണനാണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു ഫോർ ആസ്കിങ് മീ ടു ജോയിൻ ഓൺ ദിസ് ഷോ. ഷുവർ സർ. സാറിൻ്റെ ഒരു യാത്രയെ കുറിച്ചും സാസ്കാൻ മെഡിടെക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ആരംഭത്തിനെ കുറിച്ചുമാണ് നമുക്ക് ആദ്യം തന്നെ അറിയാനുള്ളത്. അപ്പോൾ സാറ് പല റോൾസ് എന്താ പറയുക ഒരു കരിയറിൽ ചെയ്തിട്ടുള്ള ആളാണ്. അതായത് സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ചീഫ് റിസർച്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അത് മെഡിടെക് എന്നൊരു, അതായത് മെഡിക്കൽ ടെക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സിഇഒയും ഫൗണ്ടറാണ്. അതായത് സാസ്കാൻ മെഡിടെക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഫൗണ്ടറാണ് സാർ. അപ്പോൾ സാറിൻ്റെ പഠനകാലത്ത് നിന്നും ഈ ഒരു മെഡിക്കൽ ടെക് എന്നുള്ള ഒരു ഫീൽഡിലേക്കുള്ള ഒരു എൻട്രിയും അവിടെ നിന്ന് ഈ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്ന ഒരു ജേണിനെയും അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ ബേസിക് ഡിഗ്രി ഫിസിക്സിലാണ്. ഞാൻ MSc ഫിസിക്സ് കൊല്ലം SN കോളേജിൽ നിന്നാണ് എടുത്തത്. അത് 1975 പാസ് ഔട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ PhDക്ക് വേണ്ടി പോയത് പൂനെ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ പ്രൊഫസർ സത്യാനന്ദൻ സാറിൻ്റെ കീഴിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അന്ന് ലേസർ എന്നുള്ള ഫീൽഡിലാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ താല്പര്യമുള്ള ഫീൽഡായിരുന്നു. അന്ന് ഞാൻ BRCയിലെ സയൻറ്റിസ്റ്റുകളായിട്ട് ചേർന്ന് അവിടെ പോയി വിസിറ്റ് ചെയ്ത് ലേസർ, അവിടെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലേസറൊക്കെ അവിടെ പോയി കണ്ട് മനസ്സിലാക്കി. അതിനുശേഷം ലേസർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തപ്പോൾ എൻ്റെ സാറിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ജോലി കിട്ടി ഇങ്ങോട്ട് വന്നു. അപ്പം ഞാനും ഇങ്ങോട്ട് തിരിച്ച് സാറിൻ്റെ കൂടെ വന്നപ്പോഴത്തേട്ട് എന്നാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ഒരു ലേസർ ഉണ്ടാക്കി, നൈട്രജൻ ലേസർ ഞാനാണ് ഉണ്ടാക്കിയത് ആദ്യമായിട്ട്. അതിനുശേഷം ഒരു ഹൈ പവർ ND ഗ്ലാസ് ലേസറും ഉണ്ടാക്കി എൻ്റെ PhDയുടെ ഭാഗമായിട്ട്. പിന്നെ അത് വെച്ച് കുറേ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് ഞാൻ 1980 ഞാൻ PhD കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത് ബറോഡയിലാണ്. ജ്യോതി ലിമിറ്റഡ് എന്നൊരു കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങോട്ട് പോയി 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിവിടെ ട്രിവാൻഡ്രത്ത് സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസിൽ ഒരു ഇൻ്റർവ്യൂവിന് കോൾ വന്നു. അവിടെ വന്നു അറ്റൻഡ് ചെയ്ത് എനിക്ക് ജോലി കിട്ടി സയൻറ്റിസ്റ്റായിട്ട്. അത് സെപ്റ്റംബർ 1980 ഞാൻ സയൻറ്റിസ്റ്റായിട്ട് കയറിയായി. എന്നിട്ട് 2013 ഫെബ്രുവരി ആയപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോൾ ആ കാലയളവിൽ അവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബയോഫോട്ടോണിക്സ് ആണ് ഫീൽഡ്. ബേസിക്കലി അറ്റ്മോസ്ഫിയർ സയൻസിലാണ് ഞാൻ എന്നെ റിക്രൂട്ട് ചെയ്തെങ്കിൽ തന്നെയും അറ്റ്മോസ്ഫിയർ സയൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ പ്ലാന്റ്സിലുള്ള റിമോട്ട് സെൻസിങ് അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്തിരുന്നു. അതായത് റിമോട്ട് സെൻസിങ് ഓഫ് ഹെൽത്ത് ഓഫ് വെജിറ്റേഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റിനെ ആണെങ്കിലും അതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേസർ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റഡീസൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ആ പ്ലാന്റിൽ സ്ട്രെസ്സൊക്കെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടി. ഞാൻ ജർമ്മനി പോയിരുന്നു, ഡാറ്റ് ഫെലോഷിപ്പ്, സീനിയർ ഡാറ്റ് ഫെലോഷിപ്പിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോയത്. ഞാൻ ഫിസിക്സാണ് ബാക്ക്ഗ്രൗണ്ടിൽ, ബോട്ടണി പ്ലാന്റ് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്വാൻബർഗ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് സ്വീഡനിൽ. അവിടെ പോയിട്ട് അവിടുത്തെ വർക്ക് കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരും മെഡിക്കൽ ഫീൽഡിലുള്ള വർക്കും ചെയ്യുന്നുണ്ട്, പ്ലാന്റ് സയൻസും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി അത് കണ്ട് ഇമ്പ്രസ്ഡ് ആയതിനു ശേഷം ഞാൻ
തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം DSTക്ക് ഒരു പ്രപ്പോസൽ അയച്ചു. ഇങ്ങനെ എനിക്ക് മെഡിക്കൽ ഫീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ അയച്ച് ഫണ്ടിങ് കിട്ടി. 2005 ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പ് സെസ്സിൽ സെൻറ്റർ ഫോർ എക്സലൻസ് സ്റ്റഡീസിൽ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ഒരു ഡോക്ടർ ജയപ്രകാശ് മാധവൻ സാറുണ്ട്. സാറുമായിട്ട് ചേർന്നിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. അന്ന് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഈ സർജിക്കലി എക്സൈസ് ടിഷ്യൂ സാമ്പിൾസിൽ നമുക്ക് എങ്ങനെയാണ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എക്സ്പ്ലോറേറ്ററി വർക്കാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടി. നമുക്ക് ഈ ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ അബ്സോർപ്ഷൻ ചേഞ്ചസ് ഉണ്ട്, അത് ടിഷ്യൂവിൽ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്നൊരു നിഗമനത്തിലെത്തിയിട്ട് അതിനുശേഷം നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രപ്പോസൽസ് അയച്ച് നമ്മൾ ഇൻവിട്രോ ചെയ്തതിന് ശേഷം ഇൻവിവോ സ്റ്റഡി ചെയ്ത് നോക്കി പേഷ്യൻസിൽ തന്നെ ഈ ടെക്നിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ അതിനുവേണ്ടിയുള്ള എക്യുപ്മെൻ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്ത് അങ്ങനെയൊക്കെ സക്സസ്ഫുൾ ആക്കിയെടുത്ത് അങ്ങനെ ഗ്രാജുവലായിട്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. പിന്നെയും ഒരുപാട് പ്രോജക്ട്സ് നമ്മൾ ട്രിവാൻഡ്രം ഡെൻ്റൽ കോളേജുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് അവിടുത്തെ MDS സ്റ്റുഡൻസ് വന്ന് മെൻറ്ററിങ്ങിന് വേണ്ടി വരാറുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് ഈ RCCയും ഡെൻ്റൽ കോളേജായിട്ട് ചേർന്ന് കുറേ വർക്ക് ചെയ്ത് ഇമേജിങ് ഫീൽഡിലേക്ക് ഇറങ്ങി ഇമേജ് ചെയ്യാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അതിനുള്ള പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഗ്രാജുവലായിട്ട് ഈ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ഉണ്ടായി. കുറേ പബ്ലിക്കേഷൻസ് ഉണ്ട്. എൻ്റെ കൂടെ PhD സ്റ്റുഡൻസ് ധാരാളം ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് പബ്ലിക്കേഷൻസായി. എന്നിട്ട് ഞാൻ സെസിൽ 2013 വിരമിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാംഗ്ലൂരിൽ ഫോറസ്റ്റ് ഹെൽത്ത് എന്നൊരു കമ്പനിയിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് ഒരു ജോലി കിട്ടി. അപ്പോൾ എൻ്റെ മകൾക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അവിടെ ജോലിയിൽ ജോയിൻ ചെയ്തു. അപ്പം അവിടെ ഒരു 2 കൊല്ലം ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ആ സമയത്താണ് എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, ഒരു ഗ്രാൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബൈറാക്കിൻ്റെ ഗ്രാൻറ്റ് കിട്ടി. അതിനുശേഷം ആ ഗ്രാൻറ്റ് 50 lakhs കിട്ടി. ദേ മാൻഡേറ്റഡ് ദാറ്റ് ഐ ഷുഡ് ഫോം എ സ്റ്റാർട്ടപ്പ് ആൻഡ് ദ ഫണ്ട് ഹാസ് ടു ബി റൂട്ടഡ് ത്രൂ എ സ്റ്റാർട്ടപ്പ് എൻറ്റിറ്റി. അങ്ങനെയാണ് ഈ കമ്പനി തുടങ്ങുന്നത് തന്നെ. സാസ്കാൻ എന്ന് പറഞ്ഞാൽ സാൻസ് എന്ന് പറഞ്ഞാൽ ബ്രെത്താണ്, ക്യാൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ. അപ്പം ബ്രെത്തിൽ നമ്മൾ ഓക്സിജനേഷൻ ടിഷ്യൂയിലുള്ള ഓക്സിജനേഷൻ കൺട്രോൾ ചെയ്യുന്ന പ്രധാനമായിട്ട് നമ്മുടെ ശ്വാസത്തിൽ കൂടെയാണ്. അപ്പം ആ ശ്വാസം അബ്സോർബ് ചെയ്ത് നമ്മുടെ സെൽസിലുള്ള ഓക്സിജൻ ലെവൽ കൂടുമ്പോഴത്തെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അങ്ങനെ സെൽസിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് ആ സാൻസ് സ്കാൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു പേരാണ് ഇട്ടത്. അങ്ങനെ ആ കമ്പനി അവിടെ ഫോം ചെയ്തു, ഇങ്ങനെ റൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു 2.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ട്രിവാൻഡ്രത്തേക്ക് റീലൊക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവിടെ ശ്രീധരയിൽ വന്നു. ശ്രീധരയിൽ വന്നപ്പം ബാക്കി കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റി. മാത്രമല്ല ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണ് ഇവോൾവ് ചെയ്ത് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഇങ്ങനെയാണ്, ഗ്രാജുവലായിട്ടാണ് വന്നത്. എൻ്റെ പ്രധാന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഫോറസ്റ്റ് ഹെൽത്തിലായിരുന്ന സമയത്ത് എനിക്ക് ഒരു അവാർഡ് കിട്ടി, ICMRൻ്റെ അവാർഡ് കിട്ടി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് ക്യാൻസർ റിസർച്ചിനുള്ള ഒരു നോവാർട്ടിസ് ഒറേഷൻ അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൂടി ഒരു കാരണമാണ്. കാരണം വെച്ചാൽ അപ്പോൾ അത് കിട്ടിയപ്പോൾ അന്ന് CTO ആയിരുന്ന ഡോക്ടർ ശ്യാം വാസുദേവ റാവു പുള്ളി പറഞ്ഞു വൈ ഡോണ്ട് യു സബ്മിറ്റ് എ പ്രപ്പോസൽ എന്ന് പറയാൻ കാരണം എനിക്ക് അവാർഡ് ICMRൻ്റെ അവാർഡ് കിട്ടിയതാണ് പ്രധാന കാരണം. എന്തായാലും എല്ലാം ഒരു കോയിൻസിഡൻസ് ആണ്. ഓരോ സ്ഥലങ്ങളിൽ പോകാനും ആൾക്കാരെ കാണാനും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയതൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കാം. സാറ് ഇപ്പോൾ പഠനകാലത്തോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല ആലോചിച്ചിട്ടില്ല. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എനിക്ക് യാതൊരു അക്യൂമിനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെ സാഹചര്യമാണ് തുടങ്ങാൻ ഒരു അവസരം ഉണ്ടാക്കിയത്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്കത് കാരണം എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന മാത്രമല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു നല്ല ലൈഫ് ഉണ്ടാകാൻ കൊടുക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യം, വലിയൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ നിന്ന് ഒരു ഫുള്ളി ഫങ്ഷനിങ് കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറാറായി. ഇപ്പോൾ ഏകദേശം 10 വർഷം ആവുന്നു എന്ന് പറഞ്ഞു കമ്പനി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ഗ്രോത്തിൽ ഇപ്പോൾ സാസ്കാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് തൊട്ട് ഇപ്പോൾ ഇത്രയും കാലത്തുള്ള ഗ്രോത്തിൽ ഈ സാസ്കാനെ ഷെയ്പ്പ് ചെയ്തിട്ടുള്ള കീ ഇവൻറ്റ്സോ അത്തരത്തിലുള്ള കാര്യങ്ങളോ എന്നൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും? ഈ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈംലി ഗ്രാൻഡ് മണി കിട്ടിയിട്ടുണ്ട്. ഈ ആദ്യത്തെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം കിട്ടിക്കഴിഞ്ഞു. അത് 50 ലക്ഷം എവിടെ നിന്നാണ്? അത് ബൈറാക്കിൻ്റെ ബിഗ് ഗ്രാൻഡാണ് കിട്ടിയത് എനിക്ക്. അത് 1.5 കൊല്ലത്തേക്കുള്ളതാണ്. 18 months കഴിഞ്ഞ് അത് തീരും. അത് തീർന്നപ്പോഴത്തേക്കും നമ്മൾ പ്രോഡക്റ്റ് പ്രോട്ടോടൈപ്പ് ചെയ്ത് അത് വെച്ച് കുറച്ച് ക്ലിനിക്കൽ സ്റ്റഡി ചെയ്ത് റിസൾട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കർണാടക ഗവൺമെൻറ് ഒരു എലിവേറ്റ് സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. അങ്ങനെ കോൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിൽ അപേക്ഷിച്ച് എനിക്ക് അതിൻ്റെ അകത്ത് 25 lakhs എനിക്ക് കിട്ടി. ഫോളോ ഓൺ ഫണ്ടിങ് കിട്ടി. ആ ഫോളോ ഓൺ ഫണ്ടിങ് കിട്ടിയതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റി. അല്ലെങ്കിൽ അവിടുത്തെ ഇടിച്ച് നിന്ന് പോകുന്നതാണ്. അത് ഉണ്ടാകാതെ മുമ്പോട്ട് പോയിട്ട് നമുക്ക് ആ ഫണ്ടിങ് വെച്ചിട്ട് കുറച്ച് നാൾ കൂടി പോകാനുള്ള ഇടമുണ്ടായി. അപ്പോഴത്തേക്കും നമുക്ക്
പ്രോഡക്റ്റ് കുറച്ചുകൂടി ക്ലിനിക്കലി വാലിഡേറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരം കിട്ടി. അത് മാത്രമല്ല അതിന് ഒരു സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് ഡിവൈസ് കൂടി ഉണ്ടാക്കാനുള്ള കുറച്ച് ഫണ്ട് കൂടി അവർ തന്നിരുന്നു. അങ്ങനെയൊക്കെ അതിനൊരു പ്രോട്ടോടൈപ്പിംഗ് നടത്താനും ഒരാൾക്കാരെ എൻഗേജ് ചെയ്ത് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പിച്ചിങ് കോമ്പറ്റീഷൻസ് പറഞ്ഞു. വിൽഗ്രോ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട്, ചെന്നൈ ബേസ്ഡാണ്. അവരുടെ പിച്ചിങ് കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, നാഷണൽ ഐ പിച്ച് കോൺടെസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ ബെസ്റ്റ് സ്റ്റാർട്ടപ്പായിട്ട് അവാർഡ് കിട്ടി. അവാർഡ് കിട്ടിയപ്പോൾ അവർ 25 lakhs എനിക്ക് അവാർഡ് മണിയുണ്ട്. അത് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവിടെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്, കിറ്റ് TBI എന്ന് പറഞ്ഞു. അവരുമായിട്ട് കണക്ട് ചെയ്ത് അവർ വഴി എനിക്ക് 25 ലക്ഷം രൂപ ആദ്യമായിട്ട് തരുന്നു. അത് ഇക്വിറ്റി മോഡിലാണ് തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇക്വിറ്റി ഒരു 5 crore വാല്യുവേഷൻ വെച്ചിട്ട് അവർ തരികയാണ് ചെയ്തത്. അതാണ് ഫസ്റ്റ് ഇക്വിറ്റി കിട്ടുന്നത്. അപ്പോൾ ആ പൈസ കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ കുറച്ചുകൂടി ഒരു ഇത് കിട്ടി. എന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഞാനിവിടെ വന്നപ്പോഴും ഇവിടെ ഒരു നിധി സീഡ് ഫണ്ടിങ് സ്കീം എന്നൊരു സ്കീമുണ്ട്. അതിൽ ഞാൻ ഇങ്ങനെ എനിക്ക് ഇന്നടത്തുന്ന ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി. അതിപ്പം ഇവിടെയൊക്കെ ഇവരും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 50 lakhs ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അവർ മുൻപോട്ട് വന്നതാണ്. അത് ഇക്വിറ്റി മോഡിൽ തന്നെ 5 crore വാല്യുവേഷൻ, സെയിം വാല്യുവേഷൻ വി ക്യാൻ ഗീവ് എന്ന് പറഞ്ഞിട്ട് ഓഫർ ചെയ്തു. ഞാനിന്ന് 25 lakhs എടുത്തു. അത് വെച്ചിട്ട് കുറച്ചുകൂടി പ്രോഡക്റ്റ് വാലിഡേറ്റ് ചെയ്ത് കുറച്ചുകൂടി റെഗുലേറ്ററി അപ്രൂവൽസൊക്കെ വാങ്ങി പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തിക്കാൻ എനിക്ക് സാധിച്ചതുകൊണ്ട്. മാർക്കറ്റിലെത്തിക്കുന്ന സമയത്ത് ആകാറായപ്പോഴത്തേക്കും കോവിഡൊക്കെ വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്കും ആകെ പ്രശ്നമായി. അപ്പോഴത്തേക്കും പൈസയുടെ ഫണ്ട് തീരാറായപ്പോഴത്തേക്കാണ് യൂണിക്കോൺ ഇന്ത്യ വെഞ്ചേഴ്സ് എനിക്ക് 2 crore ഇൻവെസ്റ്റ്മെൻറ്റ് റെഡി ആയിട്ട് വന്നത്. കാൻകർ എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് നടത്തിയപ്പോൾ അനിൽ ജോഷി അതിൻ്റെ ഫൗണ്ടറൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവർ പോസ്റ്റ് മണി 10 crore വാല്യുവേഷനിൽ അവർ ഫണ്ട് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് 8 crore വാല്യുവേഷൻ, പോസ്റ്റ് മണി 2 crore ഇട്ട് വരുമ്പോൾ 10 crore വാല്യുവേഷൻ, അങ്ങനെയുള്ള രീതിയിൽ ഫണ്ടിങ് തന്നു. ആ ഫണ്ട് കിട്ടി ആയിട്ടാണ് പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റിയത്. ഇറക്കാൻ നേരത്തെ അത് ശ്രീചിത്രയാണ് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് ഇവരൊരു ഫംഗ്ഷനൊക്കെ നടത്തി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തത്. ഒക്കെ അതിൻ്റെ ഈ എക്കോസിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഡയറക്ടർ വരെ ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. ഡയറക്ടർക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു നമ്മുടെ വർക്കിൽ. ഇവിടുത്തെ ആൾക്കാരും ടൈമിലെ ആൾക്കാരും ബൽറാം സാർ എല്ലാവരും സപ്പോർട്ടിങ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഫുൾ ബെനിഫിറ്റ് ഉണ്ടായി ആ സമയത്ത്. അങ്ങനെയാണ് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുന്നത്. കോവിഡ് ടൈം ആയതുകൊണ്ട് ഇനിഷ്യൽ സെയിൽസൊക്കെ വളരെ മോശമായിരുന്നെങ്കിൽ തന്നെ ഗ്രാജുവലായിട്ട് പിക്കപ്പ് ചെയ്ത് ഈ ഫണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലായിട്ട് സെയിൽസൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. പിന്നെ ഒരു പ്രധാന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫണ്ട് ഈ 2 കോടിയും പെട്ടെന്നങ്ങ് തീർന്നു പോകും. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് പാനാസോണിക്കില്ലേ, നാഷണൽ പാനാസോണിക് ജപ്പാനിൽ നിന്നൊരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി റിക്വയർമെൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്യാറ്. ഞാൻ അവരുദ്ദേശിച്ച ഫീൽഡ് എന്ന് പറഞ്ഞാൽ വായിലെ ഇൻഫ്ലമേഷൻ അല്ലേ, മോണരോഗമില്ലേ, ജിഞ്ചിവൈറ്റിസ്, അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നമ്മളെ സമീപിച്ചു. അപ്പോൾ ഞാനതിൽ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സൊക്കെ ഉള്ളത് അവർ കണ്ടിട്ടുണ്ടാകും. അപ്രോച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഒരു 2 കോടിക്കടുത്ത് വരെ നമുക്ക് പൈസ തന്നു ഒരു 2 കൊല്ലം കൊണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഈ പൈസ വന്നുകൊണ്ട് നമുക്ക് ടീം ബിൽഡ് ചെയ്യാൻ പറ്റി, എൻജിനീയേഴ്സിനെയൊക്കെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും സാധിച്ചു. അങ്ങനെയാണ് ആ കടമ്പയൊക്കെ കടന്ന് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് കൊണ്ട് റൺ ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോഴാണ് എത്തുന്നത്. ഈ കൊല്ലമാണ് ഒരു നല്ല സെയിൽസ് ഉണ്ടായത്, ഈ കൊല്ലമാണ്. അപ്പോൾ അത്രയും നാൾ നമുക്ക് ഈ ലീൻ പീരീഡിൽ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ക്വാർട്ടേഴ്സിലും. നാഷണൽ പാനാസോണിക്കിൻ്റെ പ്രോജക്റ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, എങ്ങനെ നല്ല രീതിയിലുള്ള പ്രോജക്റ്റ് റൺ ചെയ്യാൻ പറ്റും, അതായത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ കമ്പനി ഉയർത്താൻ അത് സഹായിച്ചു. അവരുടെ വെച്ചാൽ റെഗുലർ മോണിറ്ററിങ്, എവറി 2 weeks വി വിൽ ഹാവ് എ വീഡിയോ കോൾ വിത്ത് ദം. അത് മോണിറ്റർ ചെയ്ത് എങ്ങനെയാണ് പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് പറയാൻ, അടുത്ത ആഴ്ച എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ആ ലെവലിലേക്ക് നമ്മളെ പുഷ് ചെയ്ത് കയറ്റാൻ അത് വളരെ സഹായിച്ചു. നമ്മളെന്ന് ആ രീതിയിലൊന്നും പഠിച്ചിട്ടില്ല, പ്രോജക്റ്റ് മാനേജ്മെൻ്റ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം അതേ ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്. ടൈം ലൈൻസ് ഒക്കെ ആയിട്ട് എല്ലാം സ്ട്രീം ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു രീതി നമുക്ക് കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഗ്രാജുവലായിട്ടാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നത്. സാസ്കാൻ്റെ പ്രൊഡക്ട്സിനെ പറ്റി പറയുമ്പോൾ ഇമേജിംഗ് ടെക്നോളജിയാണ് പ്രധാനമായിട്ടും. പ്രത്യേകിച്ച് ഏർലി സ്റ്റേജസിൽ ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ, ആ ടെക്നോളജിയാണ് സാസ്കാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും 2 പ്രൊഡക്ട്സാണ് ഏറ്റവും ഈ ക്യാൻസർ സ്ക്രീനിങ്ങിനുള്ളത്. ഒന്ന് ഓറൽ ക്യാൻസർ ഡിറ്റക്ഷനും പിന്നൊന്ന് സെർവിക്കൽ ക്യാൻസർ ഡിറ്റക്ഷനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്കാനിങ്ങിൽ കൂടെ കണ്ടുപിടിക്കുന്ന ആ ഒരു ടെക്നോളജി, അതിൻ്റെ പുറകിലുള്ള ടെക്നോളജി അതെന്താണെന്നൊന്ന് പറയാമോ? അത് ബേസിക്കലി ലൈറ്റ് സ്കാറ്ററിങ്, ലൈറ്റ് അബ്സോർപ്ഷനാണ്. ബേസിക്കലി നമ്മുടെ ടിഷ്യൂവിൽ ലൈറ്റ് വീണ് കഴിഞ്ഞാൽ
ഇത് ബേസിക്കലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഇത് എപ്പിത്തീലിയൽ ക്യാൻസേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഡീപ് സീറ്റഡ് ട്യൂമേഴ്സിനല്ല. എപ്പിത്തീലിയൽ ക്യാൻസേഴ്സ് വെച്ചാൽ മ്യൂക്കോസ, നമ്മുടെ വായ്ക്കകത്തുള്ള ടിഷ്യൂ ഇല്ലേ, അത് കണക്ക് ഈ സ്കിന്നല്ല ഉദ്ദേശിക്കുന്നത്, വായ്ക്കകത്തുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, മ്യൂക്കോസയാണ് ബേസിക്കലി. അത് ഒരു 2 മില്ലിമീറ്റർ മാക്സിമം 2.5 മില്ലിമീറ്റർ വരെ ഡെപ്തിലുള്ള ക്യാൻസേഴ്സ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് സർഫസിലും തൊട്ട് താഴെ, സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള മ്യൂക്കോസയുടെ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അതിന്. അപ്പോൾ ലൈറ്റ് ഉപയോഗിച്ച് ലൈറ്റ് ടിഷ്യൂവിൽ വീണ് കഴിഞ്ഞാൽ ഒരു കൂടുതൽ ഭാഗം അതിന് റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ്. അതാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് എടുക്കുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചൊരു ശതമാനം അകത്തോട്ട് പോകുന്നുണ്ട്. അകത്തോട്ട് പോകുന്ന ലൈറ്റിന് അകത്തുള്ള ഈ മോളിക്കിൾസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സ്കാറ്ററിങ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം വാസ്കുലേച്ചറൊക്കെ വരും, അവിടെ വരുന്നിടത്ത് കൂടുതൽ സ്കാറ്ററിങ് വരാം. ഈ ന്യൂക്ലിയേറ്റ് സൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഒക്കെ ചേഞ്ച് ചെയ്യും ക്യാൻസർ സെൽസിൽ. അപ്പോൾ അതനുസരിച്ച് സ്കാറ്ററിങ് വ്യത്യാസം വരും. പിന്നെ ഈ അബ്സോർഷൻ ചേഞ്ചസ് ഡ്യൂ ടു ഓക്സി ഹീമോഗ്ലോബിൻ, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വേവ് ലെന്ത് ഓഫ് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ഗ്രീൻ വേവ് ലെന്ത് 545, വേറൊന്ന് 610. ഈ 2 വേവ് ലെന്തുള്ള ലൈറ്റ് ഉപയോഗിച്ചിട്ട് അത് ബാസ്കാറ്റർ ചെയ്ത് വരുന്ന ലൈറ്റ് നമ്മൾ കളക്ട് ചെയ്യും ഒരു ക്യാമറ വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ എന്നുള്ള എമിഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് നമ്മൾ വൈറൽ ലൈറ്റ് ഉപയോഗിക്കും. അത് പ്രോട്ടോപോർഫറിൻ 9 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ക്യാൻസർ സെൽസിൽ കൂടുതലായി കോൺസെൻട്രേഷനിൽ കാണാറുണ്ട്. അത് ഹീം സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഹീം പ്രൊഡക്ഷൻ കുറയും ക്യാൻസർ സെൽസിൽ. അപ്പം അതിൻ്റെ കാരണം വെച്ചാൽ ഒരു ഫെറോചെലിറ്റേസ് എന്നൊരു ഒരു എൻസൈം കുറവാണ് ക്യാൻസർ സെൽസിൽ. അതുകൊണ്ട് PP9 അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്ലൂറസൻസ് ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റും. ഈ 2 ടെക്നിക്ക് കൊണ്ട് ഒരുമിച്ച് കമ്പൈൻ ചെയ്തൊരു ഡിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഇമേജിങ് എടുക്കുമ്പോൾ നമുക്ക് മൾട്ടിസ്പെക്ടൽ ഇമേജിങ്, പല വേവ് ലെന്തിലുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് മൾട്ടിസ്പെക്ടൽ ഇമേജിങ് ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത്. അത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു ചെറിയൊരു ഫോം ഫാക്ടർ ക്യാമറയ്ക്കകത്ത് നമ്മൾ ഈ മൾട്ടിസ്പെക്ടൽ ഇമേജിങ് ടെക്നോളജി എംബെഡ് ചെയ്ത് കൊണ്ടുവന്നത്. അത് നമുക്ക് പേറ്റൻറ്റ് എടുത്തിട്ടുണ്ട്, ഇന്ത്യൻ പേറ്റൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതും പ്രകാരം നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ ഈ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിലേക്ക് ഇറങ്ങിയത്. സെർവിക്കൽ ക്യാൻസറിൽ ഇതേ കണക്കുള്ള ടിഷ്യൂസ് ഉണ്ട്, സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂസാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഇതേ ടെക്നിക്ക് ഒരു റിമോട്ട് സെൻസിങ് ക്യാമറ ആണ്, പുറത്തൊരു ക്യാമറ സെർവിക്സിന് പുറത്ത് വെച്ചിട്ട് നമുക്ക് സ്ത്രീകളിലുള്ള സെർവിക്കൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒരു സ്പെക്കുലം വെച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് വെജൈന എക്സ്പാൻഡ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമുക്ക് ഈ ഫോട്ടോസ് എടുക്കുന്നത് ഓരോ തവണയും ക്യാമറ ഓൺ ചെയ്തെടുക്കുകയല്ലേ എന്ന്, ക്യാമറ കൺട്രോളിനുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ക്യാമറയുടെ ഓപ്പറേഷൻ. നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ക്യാമറയുടെ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 3 ഇമേജസ് ക്യാപ്ചർ ചെയ്യും ഓറൽ ക്യാൻസറിൽ. മറ്റേ കേസിൽ 4 ഇമേജ് ക്യാൻസർ ചെയ്യും. അങ്ങനെ LEDs ഓട്ടോമാറ്റിക്കലി ഓണായി ഓരോ LED ഫയർ ചെയ്യുമ്പോഴും ഇമേജസ് ക്യാപ്ചർ ചെയ്യും ഓട്ടോമാറ്റിക്കലി. സീക്വൻഷ്യലായിട്ട് ഫയർ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇമേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ അനാലിസിസ് ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കും. അതിനൊരു അൽഗോരിതം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലൗഡിലാണ് ഇരിക്കുന്നത്. ക്ലൗഡ് ബേസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉപയോഗിച്ചാണ് നമ്മൾ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്. അത് അറ്റ് ദ പോയിന്റ് ഓഫ് കെയർ. നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ വിത്തിൻ 2 minutes യു ക്യാൻ നോ വെദർ ദ ടിഷ്യൂ ഈസ് ഹെൽത്തി ഓർ പൊട്ടൻഷ്യലി മാലിഗ്നന്റ്, അതായത് പ്രീ ക്യാൻസർ ആണെന്ന് അറിയാൻ പറ്റും, അതോ മാലിഗ്നൻ്റ് ആണെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഒരിക്കലും നമ്മൾ പാത്തോളജിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. പാത്തോളജി ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. നമ്മുടെ മെഷീൻ സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാം. എവിടെ നിന്നാണ് ഉണ്ടെങ്കിൽ എവിടെ നിന്നാണ് ബയോപ്സി എടുക്കേണ്ടതെന്നുള്ള സ്ഥലത്ത് പോയിന്റ് ചെയ്ത് കൊടുക്കും. അവിടുന്ന് ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു പാത്തോളജി റിസൾട്ട് കിട്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അണ്ടർ ഡയഗ്നോസിസ് ആണ് മേജർ കൺസേൺ ഈ ഡോക്ടേഴ്സ് എന്നുള്ളത്. ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ വായിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അബ്നോർമാലിറ്റി കാണാം. ഇവിടെ സാധാരണയുള്ള മെത്തേഡ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന എന്താണ്, ഒരു ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് ഡോക്ടർ നോക്കിയിട്ട് ഉണ്ടോ ഇല്ലയോ എവിടെയാണെന്ന് നോക്കിയിട്ട് ഒരിടത്ത് ഡോക്ടർക്ക് സസ്പീഷൻ തോന്നുന്ന സൈറ്റിൽ നിന്ന് എടുത്ത് ബയോപ്സിക്ക് വിടുകയാണ്. ചിലപ്പോൾ ആ സൈറ്റ് ആയിരിക്കില്ല മോസ്റ്റ് മാലിഗ്നന്റ്. അതുകൊണ്ട് അണ്ടർ ഡയഗ്നോസിസ് വരും. അതാണ് ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിറ്റക്ഷനിലേക്ക് പോകുന്നത് ഈ ഡിസീസിൻ്റെ. ഈ ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിറ്റക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം വരുന്നത്, കൂടുതൽ ഡെത്ത് റേറ്റ്സ് വരും. 50%, more than 50% of people who are diagnosed with oral cancer end up in death. അത് ഈ ബയോപ്സിയിലുള്ള എറർ കൊണ്ട് വരാം. പിന്നെ ആൾക്കാർ രോഗമുള്ളവർ സമയത്തിന് സ്ക്രീനിങ്ങിന് വരാത്തതുണ്ടാകാം, ചികിത്സയ്ക്ക് വരാത്തതുണ്ടാകും. മിക്കവരും ഈ വരുന്ന രോഗത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ടൊബാക്കോ ചൂയിങ്, അല്ലെങ്കിൽ പാന്, സ്മോക്കിങ്, എക്സസീവ് യൂസ് ഓഫ് ആൽക്കഹോൾ, ഇതൊക്കെ കൊണ്ടൊക്കെ വരാം. ഈവൻ വെറും ഒരു അൾസർ, വായിൽ നമ്മൾ ഈ ടൂത്ത് ബൈറ്റ് കൊണ്ടൊരു ചീക്കിലൊരു അൾസർ വന്നു കഴിഞ്ഞാൽ അതുവരെ നോൺ ഹീലിംഗ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസറായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഡയബറ്റീസിനുള്ള ഹീലിങ്ങിനുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അവർക്കൊക്കെ കൂടുതൽ സാധ്യതകളുണ്ട്. അതൊക്കെ അവർ നോൺ ഹീലിംഗ് ആയിട്ടുള്ള അൾസർ ക്യാൻസറായി ഒരുപാട് പേര് മരിക്കുന്നുണ്ട്.
അവർ വിചാരിക്കുമോ ഇതൊരു മുറിവാണ് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കും. വായ്പുണ്ണ് മാറാനുള്ള മരുന്നൊക്കെ അതെ 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 അതിന് പ്രശ്നമാകും ഇങ്ങനെ വന്നിട്ട്. ഓക്കെ. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരാൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊരു ഈ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഒരു ഇൻസ്പിറേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? അത് മരിച്ചതിന് ശേഷമാണ്. പ്രോഡക്റ്റേക്ക് വരാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ റോങ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തൊരു കേസുണ്ട് പണ്ട് ഞാൻ സ്കൂൾ കുട്ടിയായ സമയത്ത്. അത് മാത്രമാണല്ല ഇതിൻ്റെ കാര്യം, സാഹചര്യമാണ്. സർക്കംസ്റ്റാൻസസ് മേഡ് മീ ഗെറ്റ് ഇൻ ടു ദാറ്റ്. ബട്ട് മൈ മദർ വാസ് റോങ്ലി ഡയഗ്നോസ് വിത്ത് ക്യാൻസർ. ഷീ ഹാഡ് ടു അണ്ടർഗോ കീമോ. ഈ അന്ന് കാലത്ത് റേഡിയേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. അങ്ങനെ എക്സസീവ് ഡോസ് കൊടുത്തു. അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടായില്ല. അപ്പം അവരുടെ ഡോക്ടറുടെ നിഗമനത്തിൽ അമ്മ മരിച്ചു പോകേണ്ടതാണ്. അമ്മ മരിച്ചു പോയിരുന്നതുകൊണ്ട് ക്യാൻസർ അല്ല എന്നവർക്ക് തോന്നിയിട്ട് പിന്നെ അത് ഈ എക്സസീവ് റേഡിയേഷൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്ന് കുറച്ച് അമ്മ രക്ഷപ്പെട്ട് വന്നതാണ്. അത് റോങ് ഡയഗ്നോസ് പറയാൻ കാരണം അന്ന് പാത്തോളജി ചെയ്ത് വേറൊരാൾക്ക് ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞ ആൾ മരിച്ചു പോവുകയും ചെയ്തു. അമ്മയ്ക്ക് ആ ഒരു ബയോപ്സി സാമ്പിളിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം പറ്റിയതെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ സ്കൂളിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മസ്റ്റ് ബി 1965. ഓക്കെ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ഏർലി സ്റ്റേജസ് ഓഫ് ക്യാൻസർ ആണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ലേറ്റ് ആണെങ്കിലും അറിയാൻ പറ്റും ക്യാൻസർ ആണെന്ന് അറിയാൻ പറ്റും. ഫുള്ളി ബ്ലോൺ ക്യാൻസർ ആണെങ്കിലും അറിയാൻ പറ്റും. അതിനൊന്നും ഇത് കാര്യമില്ല. അത് വെച്ച് ഡോക്ടേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈസിയാണ്. ഏർലി സ്റ്റേജിൽ എവിടെ നിന്ന് ബയോപ്സി എടുക്കണമെന്ന് അത് ക്യാൻസർ ആണോ എന്ന് നിർണ്ണയിക്കാനുള്ളതിന് സഹായിക്കുക എന്നുള്ളതാണ് പ്രധാന ഉപകരണം. ഒരു സ്ക്രീനിങ് ടൂളായിട്ട് ബേസിക്കലി ഉപയോഗിക്കാൻ പറ്റും. NGOസിലൊക്കെ കൊണ്ടുപോയി ലാർജ് സ്കെയിൽ സ്ക്രീനിങ് ക്യാമ്പിലൊക്കെ കൊണ്ടുവച്ച് ചെയ്യാം. ഡെന്റൽ കോളേജിൽ ചെയ്യാൻ പറ്റും. അവിടെ OPDയിലേക്ക് ആൾക്കാർ വരുമ്പോൾ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ നല്ലതാണ്. ഓക്കെ. ഈ ഓറലും സെർവിക്കലും അല്ലാതെ മറ്റ് ക്യാൻസേഴ്സ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ യൂട്രസിലുള്ള ക്യാൻസർ, ഓവറീസിലുള്ള ക്യാൻസർ, ഇത്തരം സംഭവങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രൊഡക്ട്സ് എന്തെങ്കിലും പൈപ്പ് ലൈനിലുണ്ടോ? അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഇല്ലെന്നാണ് പറയേണ്ടത്. കാരണം വെച്ചാൽ ഇത് ഞാൻ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ബേസിക്കലി ലൈറ്റ് ബേസ്ഡ് ആണ്. ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് അതിൽ നിന്നുള്ള എമിഷൻസ് നോക്കിയാണ് ചെയ്യുന്നത്. ഈ ബാക്കിയുള്ള ഓർഗൻസ് ഒന്നും അത്ര ആക്സസിബിൾ അല്ല. മറ്റേ ബ്രസ്റ്റിലൊക്കെ ചെയ്യാൻ പറ്റും. അത് ബ്രസ്റ്റിലെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും നീഡിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തോടെ ഫൈബറൊക്കെ വെച്ച് ഒപ്റ്റിക്കൽ ഫൈബർ പ്രോബിംഗ് നടത്താൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇത് എൻഡോസ്കോപ്പുമായിട്ട് കപ്പിൾ ചെയ്യാം. എൻഡോസ്കോപ്പി പോയി കഴിഞ്ഞാൽ GI ട്രാക്ട്, കൊളോൺ ക്യാൻസർ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ കോസ്റ്റ്ലിയാണ്. നമുക്ക് ഐഡിയ ഉണ്ട്, പക്ഷേ ഉടൻ തന്നെ ഇല്ല. അത് കുറച്ചുകൂടിയൊക്കെ സ്റ്റേബിൾ ആയതിനു ശേഷം ആ ഫീൽഡിലൊക്കെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈ നോൺ ഇൻവേസീവ് സ്ക്രീനിങ് ടെക്നോളജി ആണല്ലോ. അതായത് ഇപ്പോൾ ഒരു സർജറിയോ അല്ലെങ്കിൽ ആദ്യം തന്നെ കുത്തിയെടുക്കാണ്ടോ അത്ര ഇമേജിങ്ങിൽ കൂടെയൊക്കെയുള്ള ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ എന്നുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ PET സ്കാൻ അത്തരത്തിലൊക്കെ വരുമ്പോൾ ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തെ അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അടിയാണെന്നോ, ഒരു സംഭവം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇവന്റ് കൂടെയാണ്. അപ്പോൾ ഈ ഒരു കോസ്റ്റ് പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് ഉണ്ടാവുന്ന, അതായത് ഇത്തരം പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആക്സസിബിൾ ആകുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കുന്നതാണ്? അത് ഈ നമ്മുടെ PET സ്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് ടു ഹാവ് സച്ച് എ ഫെസിലിറ്റി. ഇതെന്ന് പറഞ്ഞാൽ അത്രയും കോസ്റ്റ്ലി അല്ല, അഫോർഡബിൾ ആണ്. ഇത് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പം വിൽക്കുന്നത് ഒരു 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ നമ്മൾ കൊടുക്കാൻ കഴിയുന്നുണ്ട്. 5 to 6 lakhs ഡയറക്റ്റ് യൂസേഴ്സിനാണെങ്കിൽ കൊടുക്കാൻ പറ്റും. പിന്നെ കൂടുതൽ വാറണ്ടി ഒക്കെ വേണ്ടെന്ന് 8 ലക്ഷം വരെ മാക്സിമം 5 to 8 lakhs ആണ് എൻ്റെ റേഞ്ച് വിത്ത് ഫീച്ചേഴ്സ് ആൻഡ് അതർ തിങ്സ് ബിൽറ്റ് ഇൻ. അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പോയിന്റ് ഓഫ് കെയർ ഡിവൈസ് ആയിട്ട് നമുക്ക് ലാർജ് സ്കെയിൽ സ്ക്രീനിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പം മഹാരാഷ്ട്രയിലൊക്കെ നമ്മുടെ ഡിവൈസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്. അവർ സ്ക്രീനിങ് ക്യാമ്പ് നടത്തുക, അല്ലെങ്കിൽ പബ്ലിക് ഈ PHCs ഉണ്ടല്ലോ, പബ്ലിക് ഹെൽത്ത് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചിട്ട് പേഷ്യൻ്റ് അവിടെ ധാരാളം വരുമ്പോൾ അവരെ സ്ക്രീൻ ചെയ്തിട്ട് നമുക്ക് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ആവശ്യമുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഹാബിറ്റ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് വരാൻ പറഞ്ഞ ഒരു മാസം 2 മാസം കഴിഞ്ഞ് വീണ്ടും മോണിറ്റർ ചെയ്യുക. ഇത് വെച്ചാൽ നോൺ ഇൻവേസീവ് ആയതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല. അവരുടെ ടിഷ്യൂവിൽ പോലും തൊടുന്നില്ല. നമ്മൾ വായ്ക്കകത്ത് വെച്ചിട്ട് വേറെ ഇമേജല്ലേ ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഫോർ ദം. പെയിൻലെസ് ആണ്, ക്വിക്ക് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. പീരിയോഡിക് റിവ്യൂവിനൊക്കെ വളരെ ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് തന്നെ റിവ്യൂ ചെയ്യണേലും പിന്നെ ബയോപ്സി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ച് റിവ്യൂ ചെയ്യാൻ പറ്റും ഹോസ്പിറ്റൽസിലാണെങ്കിൽ തന്നെ. അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ഈവൻ ഇലക്ട്രിസിറ്റി ഇല്ലാത്തിടത്ത് പോലും ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് പവർ ഡിറൈവ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ കൂടെയാണ്. അതിൽ നിന്ന് വരുന്ന വോൾട്ടേജ് വെച്ചാണ് ഈ LED ലൈറ്റ് അടിക്കുന്നത്, ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എല്ലാം അത് തന്നെയാണ്. അപ്പം കമ്പ്യൂട്ടറിൽ എപ്പം ചാർജ് ഉണ്ടോ അത്രയും നാൾ ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും.
ഇപ്പോൾ നമ്മൾ 6 മണിക്കൂറൊക്കെ ഇത് വെച്ച് ഉപയോഗിക്കണ പവർ ഇല്ലാത്തടത്ത് വേണമെങ്കിലും കൊണ്ടുവച്ച് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഒരു ഡാർക്ക് റൂം കണ്ടീഷൻസിൽ ഇത് മെഷർമെൻറ്റ് നടക്കുകയുള്ളൂ, ലൈറ്റ് ഉള്ളിടത്ത് പറ്റില്ല. കാരണം വെച്ചാൽ ടിഷ്യൂവിൻ്റെ അകത്തുനിന്ന് വരുന്ന ലൈറ്റ് വളരെ ഇൻറ്റൻസിറ്റി കുറവാണ്. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യണം, കറക്റ്റായിട്ട് സെൻസർ വെച്ച് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ റൂമിൽ ലൈറ്റ് പാടില്ല, വളരെ ലൈറ്റ് കുറവായിരിക്കണം. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. റൂംസ് എല്ലാം അടച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് മെഷർമെൻറ്റ് നടത്താൻ പറ്റും. മാത്രമല്ല മെഷർമെൻറ്റിന് മുമ്പ് ഈ ലൈറ്റ് കണ്ടീഷൻസിന് വേണ്ടി ഡിവൈസ് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാലിബ്രേറ്റ് ചെയ്യാനുള്ള ടിഷ്യൂ ഫാൻറ്റൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് മെഷർമെൻറ്റ് നടത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഇങ്ങനൊരു ടെക്നോളജി മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ മെഡിക്കൽ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ, ഡോക്ടർമാർ, അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഇതിനോടുള്ളൊരു പ്രതികരണം എത്തരത്തിലുള്ളതായിരുന്നു? നല്ല പ്രതികരണമാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഞങ്ങളുടെ ഫസ്റ്റ് ഡിവൈസ് വാങ്ങുന്നത് ഇവിടെ ഈ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസിൽ ആണ് വാങ്ങുന്നത്. അവിടെ കൊണ്ടുപോയി അവരത് ഒരു മൊബൈൽ ബസ്സാണ് അവർക്കുള്ള, AC ബസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ ഫീൽഡിൽ പോയിട്ട് ആൾക്കാർ സ്ക്രീൻ, അതിലാണ് ആദ്യം വെച്ച് കൊണ്ടുവന്നത്. ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട് ആ ഡിവൈസ്. ദേ ആർ ഹാപ്പി വിത്ത് ദ ഡിവൈസ്. എവറി വൺ ഹു ഈസ് യൂസിങ് ഇറ്റ് ഈസ് ഹാപ്പി. ആർക്കും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും ഇത് കണക്ക് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ബിക്കോസ് ദേ ആർ ഏബിൾ ടു സ്ക്രീൻ ആൻഡ് ഡിറ്റക്ട് ആൻഡ് പീപ്പിൾ ആർ ഓൾസോ ഹാപ്പി. സോ തിങ്സ് ആർ മൂവിങ് വെൽ ആസ് ഫാർ ദ യൂസേഴ്സ് ആർ കൺസേൺഡ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമല്ല. ഡോക്ടേഴ്സ് ENT ഹോസ്പിറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്, പൂനെയിൽ ENT ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്, NGOs പലരും ഡൽഹിയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ റീജിയണൽ ക്യാൻസർ സെൻ്ററില്ലേ, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഡിവൈസ് ഉണ്ട്. അവിടെ വരുന്ന കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്സിന് ആൾക്കാർ സ്ക്രീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡെൻ്റൽ കോളേജിലൊരു ഡിവൈസ് ഉണ്ട്. അവിടെ അവിടുത്തെ ഈ OP ക്ലിനിക്കിൽ വെച്ചിട്ടുണ്ട്, ഓറൽ മെഡിസിൻ്റെ. അവിടെ വരുന്നവരും സ്ക്രീനിങ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ഉപയോഗിച്ച് ധാരാളം ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എത്തുന്നുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് കേസുകളിൽ ക്യാൻസർ ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം. പലരുടെ കേസുകളിൽ നമ്മൾ കേസ് സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുണ്ട്. വിഷ്വലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ പ്രോബ് ഉപയോഗിച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഏർലി സ്റ്റേജിൽ തന്നെ. അങ്ങനെ ബയോപ്സി തന്നെ പോസിറ്റീവായ കേസ് ധാരാളമുണ്ട്. സോ പീപ്പിൾ ആർ ഹാപ്പി വിത്ത് ദ ഡിവൈസ്. ബേസിക്കലി ഫീഡ്ബാക്ക് ഈസ് ഗുഡ്. അതെ, അതായത് ഇപ്പോൾ കുറേയൊക്കെ ഡെൻ്റൽ അല്ലെങ്കിൽ ഓറൽ കെയറിൻ്റെ, അപ്പോൾ ഈ സെർവിക്കലിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് നമ്മൾ പ്രോഡക്റ്റ് വിറ്റ് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ റെഗുലേറ്ററി ഉണ്ടല്ലോ, CDSOs ഡ്രഗ് കൺട്രോളേഴ്സിൻ്റെ പെർമിഷൻ മാനുഫാക്ചർ ചെയ്യാൻ കിട്ടിയിട്ടില്ല. ക്ലിനിക്കൽ സ്റ്റഡിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 610 പേഷ്യൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ധാരാളം ചെയ്യണം. 2500 പേഷ്യൻസ് ഈ ട്രയൽ നടത്തി പ്രൂവ് ചെയ്തിട്ട് ആണ് ഇറക്കാൻ സമ്മതിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് കാരണം എങ്കിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൾട്ടി പല സെൻറ്റേഴ്സ് ഒരുമിച്ച് ചേർത്തിട്ട് ട്രയൽ നടത്താനുള്ള പ്ലാനുണ്ട്. അങ്ങനെ എങ്കിലും ഒരു 5-8 മാസത്തിനകം ഇറക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ഭയങ്കര ഡിമാൻഡാണ്. ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ഡിവൈസ് റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് CE സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ തന്നെ ഇവിടെ വിൽക്കണമെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വേണേൽ വിൽക്കാൻ പറ്റും. ഇവിടെ വിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഈ CDSOയുടെ അപ്രൂവൽ മാൻഡേറ്ററി ആണ് ഇപ്പോഴും. ഇതിൻ്റെ പുറകിലുള്ള ടെക്നോളജി ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഏർലി ഡിറ്റക്ഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞു, ഒരു നീഡിൽ കുത്തിയിട്ട് അതിൽ ഈ ക്യാമറയുടെ എന്തെങ്കിലും വെക്കാൻ പറ്റിയ ഫൈബർ ഒപ്റ്റിക് പ്രോബ് വെച്ചിട്ട് ഇൻഡസ്ട്രീഷ്യലായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴും അതൊക്കെ ബേസിക്കലി അത് ഇൻവേസീവ് പ്രൊസീജിയറാണ്. അത് ഇൻവേസീവ് ആണ്. അതുകൊണ്ട് ഇത് നോൺ ഇൻവേസീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ അക്സെപ്റ്റഡ് ബൈ ദ പീപ്പിൾ. അപ്പോൾ അതാണ് ഈ ഒരു ടെക്നോളജി മറ്റ് ക്യാൻസർ ഡിറ്റക്ഷനിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതിന്റെ സ്കോപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഭാവിയിൽ കുറച്ചുകൂടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയാൽ ഇതെല്ലാം, അതായത് ഞാൻ പറഞ്ഞില്ലേ GI ക്യാൻസറിന് ഉപയോഗിക്കാൻ പറ്റും, കൊളോൺ ക്യാൻസറിന്, അതൊക്കെ ഒരുപാട് പേർക്കുള്ളതാണ്. അത് എൻഡോസ്കോപ്പിലേക്ക് ഈ തരം മൾട്ടിസ്പെക്ടൽ ഇമേജിങ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ലൈറ്റ് വെച്ചിട്ടാണ് ഈ GIയിലൊക്കെ നോക്കുന്നത്. അല്ലെങ്കിൽ ചിലതുണ്ട് ഫ്ലൂറസൻസ് ബേസ്ഡ് ഉണ്ട്, അതായത് വയലറ്റ് ലൈറ്റ് എന്തെങ്കിലും അടിച്ചിട്ട് അതിൽ നിന്നുള്ള എമിഷൻ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സെൻസിറ്റൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അതൊന്നുമില്ലാതെ വേറെ ഒരു സെൻസിറ്റൈസർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓട്ടോ ഫ്ലൂറസെൻസ് ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്റ്റൻസ്, ഓക്സിജനേഷൻ ചേഞ്ചസും ഉണ്ട്. അത് എൻഡോസ്കോപ്പിലേക്ക് അപ്ലൈ ചെയ്ത് നല്ല പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് ഭാവിയിൽ.
അങ്ങനെ ആകുമ്പോൾ സ്റ്റൊമക് ക്യാൻസർ എല്ലാത്തിലും കംപ്ലീറ്റ് വയറ്റിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. അതെ, ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ കുത്തിയെടുപ്പോ കുത്തിയെടുക്കാണ്ട് അല്ലെങ്കിൽ സർജറി ചെയ്യാതെ ബയോപ്സി റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്ത് അത്രയും സമയം നമ്മളെ ഒരു ഇതുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ആങ്സൈറ്റി പീരീഡ് കൂടെ ഉണ്ടല്ലോ, റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഈ പ്രധാനമായിട്ടും വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കോസ്റ്റ്, അതായത് ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചികിത്സാ ചെലവിനൊപ്പം തന്നെ വരുന്ന ചിലവാണ് ഈ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാനുള്ള ചിലവ്. അപ്പോൾ നമ്മൾ നേരത്തെ പെറ്റ് സ്കാൻ പറഞ്ഞ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു സംഭവം, ഇത്തരം ഒരു ടെക്നോളജി ആ ഒരു ചിലവിനെയും കൂടെ ഭയങ്കരമായിട്ട് കുറയ്ക്കും. തീർച്ചയായും. പക്ഷേ ഹോസ്പിറ്റലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും രോഗം അല്ലെങ്കിൽ രോഗി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പലപ്പോഴൊക്കെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലൊക്കെ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഒരു റൂറൽ ഗ്രാമത്തിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശങ്ങൾക്കൊക്കെ അവിടേക്ക് ഇത്തരം ടെക്നോളജി അല്ലെങ്കിൽ ഇത്തരം ഫെസിലിറ്റീസൊക്കെ എത്തിപ്പെടുക എന്നുള്ളതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം അഫോർഡബിൾ ആവും വേണം. അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ. അതെ, അവർക്ക് ആക്സസിബിൾ ആവും വേണം. അതെ. അപ്പോൾ ഈ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് ഇപ്പോൾ ആ ഒരു ചികിത്സാ ചെലവ് കുറയ്ക്കാൻ പറ്റുന്നതിൻ്റെ ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു നിലയിൽ ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള റെസ്പോൺസ് ചികിത്സാ ചെലവ് കുറയ്ക്കാനുള്ള ഏക മാർഗം എന്താണ്? ക്യാൻസറിന് നേരത്തെ കണ്ടുപിടിക്കപ്പെടുക. ഏർലി ഡിറ്റക്ഷൻ കൊണ്ട് മാത്രമേ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ലേറ്റായി പോയി കഴിഞ്ഞാൽ സർജറി, കീമോതെറാപ്പി എല്ലാം പോയിട്ട് പേഷ്യൻ്റ് ലൈഫ് തന്നെ പോകും. നമ്മുടെ കുടുംബം എല്ലാം വിറ്റിട്ടായിരിക്കും പാവങ്ങൾ പോയി ചികിത്സിക്കുന്നത്. പാവങ്ങൾക്ക് വരുന്ന വെച്ചാൽ ലോവർ സ്റ്റാറ്റയിൽ വരുന്ന രോഗമാണ് കൂടുതലായിട്ടും ഓറൽ ക്യാൻസർ കാണപ്പെടുന്നത്. സെർവിക്കൽ എല്ലാവർക്കും ഉണ്ട്, ഹയറിലാണ് ലോവറാണ്, റെസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഈസ് ദെയർ. അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ട്. അത് സെക്ഷൽ ഹാബിറ്റ്സ് കൊണ്ട് ഒക്കെയാണ് വരുന്നത്. പക്ഷേ അതാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നത്. അതിലും സെർവിക്കൽ ക്യാൻസറിൽ മോർ ദാൻ 50% ഓഫ് പീപ്പിൾ ഹു ആർ ഡയഗ്നോസ് വിത്ത് ക്യാൻസർ ഡൈ ബിക്കോസ് ഓഫ് ദ ലേറ്റ് സ്റ്റേജ്. അഗെയിൻ ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിറ്റക്ഷൻ മാറ്റി ഏർലി സ്റ്റേജ് നടക്കണമെങ്കിൽ ആൾക്കാരിൽ ഒരു അവയർനെസ് ഉണ്ടാവണം. നമുക്കൊന്ന് പോയി സ്ക്രീൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ മാത്രമേ അവർ പോയി നോക്കുകയുള്ളൂ. അതിന് ഇങ്ങനെയുള്ള മൊഡാലിറ്റീസ് അവൈലബിൾ ആണെന്ന് അവരറിയണം. സ്ക്രീനിങ്ങിന് ഒരു ബില്ലിംഗ് ആയിരിക്കണം. സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും സെർവിക്കൽ ക്യാൻസർ ആണെങ്കിലും സ്ക്രീൻ ചെയ്യാൻ മുമ്പോട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. സ്ക്രീനിങ് തന്നെ വളരെ ഇതിന് നമുക്ക് യാതൊരു കൺസ്യൂമബിൾ പോലും ചിലവില്ല. അതുകൊണ്ട് മിനിമം പൈസയിൽ വല്ല 10-500 രൂപയ്ക്ക് വേണമെങ്കിലും ഒരാൾക്ക് സ്ക്രീൻ ചെയ്യാം. അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ഇപ്പോൾ NGOs ആണെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. കാരണം വെച്ചാൽ അവർക്ക് ഇതിൻ്റെ അകത്ത് വേറെ അഡീഷണൽ കോസ്റ്റ് ഒന്നുമില്ല. ഇതിൻ്റെ കൺസ്യൂമബിൾ സാധാരണ പല ഡിവൈസിന് കൺസ്യൂമബിൾ കോസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ എന്തെങ്കിലും കെമിക്കൽ വാങ്ങുമോ വേറെ എന്തെങ്കിലും ആക്സസറി വാങ്ങേണ്ടി വരും. ഇതൊന്നും വേണ്ട, വെറുതെ ലൈറ്റ് അടിക്കുക, അതിനുള്ള എമിഷൻ നോക്കുക, അപ്പം അത് മാറിയാൽ. ഈ ഇമേജിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ലൈറ്റിംഗ് എന്നുള്ള ടെക്നോളജി ഇതിന് എന്തെങ്കിലും വേറെ ഇപ്പോൾ ഏതെങ്കിലും വേവ് ലെങ്ത്തിൽ യൂസ് ചെയ്താൽ ഹീലിംഗ് കേപ്പബിലിറ്റീസ് കൊണ്ടുവരാൻ പറ്റും, അത്തരത്തിലുള്ള സ്കോപ്പ് അതിനുമുണ്ട്. ഫോട്ടോ ഡൈനാമിക് തെറാപ്പി എന്ന് പറഞ്ഞൊരു ഒരു ടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ നമുക്ക് ഏർലി സ്റ്റേജ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏർലി സ്റ്റേജാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബയോപ്സി എടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിവൈസ് വെച്ച് സ്ക്രീൻ ചെയ്തിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെൻസിറ്റൈസർ അപ്ലൈ ചെയ്യാം, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കെമിക്കൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വാട്ട് വി ജനറലി യൂസ് ഡെൽറ്റ അമിനോ ലെവലിനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ALA എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ക്യാൻസർ സെൽസ് സെലക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യും. ആഫ്റ്റർ 2 hours അബ്സോർബ്ഡ് സെൽസിലുള്ള മോളിക്യൂൾ കോൾ പ്രോട്ടോപോർഫിറിൻ 9 എന്ന് പറഞ്ഞ മോളിക്യൂൾ അത് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോളിക്യൂളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ട്. റെഡ് ലൈറ്റ് ഒരു 635 അല്ലെങ്കിൽ 650 നാനോമീറ്റർ ലൈറ്റ് വെച്ച് റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാൻസർ സെൽസിനെ നമുക്ക് കൊല്ലാൻ പറ്റും. അത് ഫോട്ടോ ഡൈനാമിക് തെറാപ്പിയുടെ പ്രിൻസിപ്പിൾ പ്രകാരം അത് ടാർഗറ്റഡ് ആയിട്ട് കൊല്ലാൻ പറ്റും. അങ്ങനെ ഒരു 3-4 സിറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 2 ആഴ്ച ഇടവിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സർജറി ഒന്നുമില്ലാതെ അസുഖം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടുന്ന ഒരു പാച്ച് ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതുവരെയായിട്ട് എല്ലാ പുറനാടുകളിലും ഉപയോഗിക്കുന്ന ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ALA ഫോർമുലേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അത് വായിക്കാത്ത അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് സലൈവ വന്നിട്ട് അത് ഡിസോൾവ് ചെയ്ത് പോയിട്ട് പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അപ്പം നമ്മൾ അതിനൊരു പാച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. സെൽഫ് അബ്സോർബ് ചെയ്ത് പാച്ച് തന്നെ അബ്സോർബ് ചെയ്ത് പോവുകയും ചെയ്യും, ALA കറക്റ്റായിട്ട് സെൽസിൽ കിട്ടുകയും ചെയ്യും. അത്തരൊരു പാച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള PDT ലൈറ്റ് സോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്നുണ്ട്. PDT ഉണ്ട്, ഫോട്ടോ ഡൈനാമിക് തെറാപ്പി ഉണ്ട്. നമുക്ക് ഇത് ഹീൽ ചെയ്യാൻ പറ്റുമോ, ഏർലി സ്റ്റേജിലുള്ള ക്യാൻസറിനെ ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ട്രയലൊക്കെ നടത്തി അത് അതിൻ്റെ മൊഡാലിറ്റി ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതായത് ഇപ്പോൾ അധികം വൈകാതെ ഈ ഒരു സ്ക്രീനിങ് അല്ലെങ്കിൽ ഇമേജിങ്ങിൻ്റെ അപ്പുറത്തേക്ക്
ഇതിൻ്റെ ഹീലിംഗ് പോസിബിലിറ്റി അല്ലെങ്കിൽ അത്തരം പ്രോഡക്ട്സിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. PDT ഒരു എൻ്റെ കണക്കനുസരിച്ച് ഒരു 2 to 3 years നമുക്കൊരു മൊഡാലിറ്റി ആയിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ക്ലിനിക്കൽ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് ഒരുപാട് റെഗുലേറ്ററി അപ്രൂവൽസ് കിട്ടണം അതിൻ്റെ അകത്ത്. CDSCയുടെ അപ്രൂവൽ ഈ പാച്ചിന് കിട്ടണം, ഡിവൈസിന് കിട്ടണം, എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും ഐ എം ഹോപ്പ്ഫുൾ ദാറ്റ് ഇൻ 2 years time it will become a possible modality for management of early stage oral cavity cancers. ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്തുള്ളൊരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഡിസ്കഷൻ്റെ ടോപ്പിക്കാണ്. ഇപ്പോൾ സാറ് പ്രത്യേകിച്ച് ഈ ക്യാൻസർ റിലേറ്റഡ് മേഖലയിൽ വർക്ക് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെയോ അല്ലെങ്കിൽ കമ്പനി പ്രൊഡക്ട്സിൻ്റെയോ ഇതിൽ വരുന്നതല്ല. അപ്പോൾ ഈ ക്യാൻസർ റിലേറ്റഡ് ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെക്നോളജി അതിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് റിസർച്ച് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഇപ്പോൾ ഇതിനെപ്പറ്റി കുറേ പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ മാറുന്ന ഒരു ജീവിതശൈലി ആണല്ലോ ഇപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം മടി കൂടി അല്ലെങ്കിൽ കുറേ നമ്മൾ ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത്തരം ഒരു മനുഷ്യർ വേണമെങ്കിൽ കൂടുതൽ മടി പിടിച്ചു അല്ലെങ്കിൽ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ജീവിതശൈലി രോഗങ്ങളും ഈ ക്യാൻസറിൻ്റെയൊക്കെ എണ്ണം ഇപ്പോൾ കൂടുന്നു. അപ്പോൾ മേ ബി ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഡിറ്റക്ഷൻ ടെക്നോളജിയൊക്കെ ഒരുപാട് ഡെവലപ്പ് ആയതുകൊണ്ടാണ് ഇപ്പോൾ പണ്ടത്തേക്കാളും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഏർലി സയൻസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടെക്നോളജി എന്നുള്ള നിലയിൽ ഈ ക്യാൻസറിന് കാരണമായേക്കാവുന്ന ആളുകളുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ പറ്റിയിട്ട് സാർ ജനറലി എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ള? ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ വർക്കിംഗ് ക്ലാസ്സൊക്കെ ഒരുപാട് പേര് മുറുക്കുന്നുണ്ട്. നമ്മുടെ കൺവെൻഷനായിട്ട് കേരളത്തിൽ തന്നെ എല്ലാവരും മുറുക്കിൻ്റെ ഒരു സ്വഭാവമുള്ളതാണ്. ഇപ്പോൾ ഈ പാൻ എന്ന് പറയുന്ന സാധനം അതിലും വലിയ ഡേഞ്ചറസ് ആണ്. പാൻ പരാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ റോഡ് സൈഡിലൊക്കെ വിൽക്കുമല്ലോ പാൻ. അതിൻ്റെ അകത്ത് ഈവൻ ഈ ഗ്ലാസിൻ്റെ പൊടി വരെ, ഫൈനായിട്ടുള്ള പൊടി വരെ മിക്സ് ചെയ്ത് കൊടുക്കും. നമുക്ക് വെച്ചാൽ ഈ മ്യൂക്കോസ ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതിൻ്റെ കിക്ക് കിട്ടും, അബ്സോർബ് അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ പെട്ടെന്ന് ഇവിടെ മ്യൂക്കോസൽ ലെയറിനെ ബ്രേക്ക് ചെയ്തിട്ട് അൾസേഴ്സ് അല്ലെങ്കിൽ ഈവൻ ലീഷ്യൻസ്, അതായത് എറിത്രോപ്ലേക്കിയ, ലൂക്കോപ്ലേക്കിയ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇവർക്കിതുണ്ടേ തന്നെ അവർ മുമ്പോട്ട് വരില്ല സ്ക്രീനിങ്ങിന്. അതാണ് ഏറ്റവും വലിയ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട്. അതുകൊണ്ട് അത് ഹീൽ ചെയ്യാതെ അത് വർഷങ്ങളായിട്ട് ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. ഈ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. ഇതൊക്കെ കൊണ്ട് ക്യാൻസർ ഉണ്ടാകാമെന്നൊരു മനസ്സിലാക്കണം. അവർ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നാവും. അല്ലെങ്കിൽ ഈ നമ്മൾ എത്ര ശ്രമിച്ചാലും ആൾക്കാരുടെ സ്വഭാവം മാറാതെ അസുഖത്തിനൊരു പ്രതിവിധി ഉണ്ടാവില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ കമ്പനി ബിൽഡ് ചെയ്ത് വരുന്നതിൽ, അതേപോലെ ഇപ്പോൾ സെറ്റപ്പ് ചെയ്യുന്നതിലും ഫണ്ടിങ്ങിനൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇപ്പോൾ സർക്കാരുകളിൽ നിന്ന്, ഇപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാർ, ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നൊക്കെ എത്തരത്തിലുള്ളൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ എങ്ങനെയുള്ളതായിരുന്നു? കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നും എനിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഐഡിയ ടു POC അതൊക്കെയുള്ള ഗ്രാൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻറ്റ്, സ്കെയിലപ്പ് ഗ്രാൻറ്റ്, ഇങ്ങനെ ഒരു പൈസ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ കാര്യങ്ങളിൽ സപ്പോർട്ട്, അതായത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലാണേലോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റിങ്ങിനാണേലോ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ അവർ പല കോൺഫറൻസിനൊക്കെ നമ്മളെ കൊണ്ടുപോകാറുണ്ട്. ചിലയിടത്തൊക്കെ പോകുമ്പോൾ, അതായത് ഒരിക്കൽ ഇവിടെ നമ്മുടെ ദുബായിലൊരു കോൺഫറൻസിന് പോയിട്ടുണ്ട്. അവർ പാർഷ്യൽ സപ്പോർട്ട് തരാറുണ്ട്. പിന്നെ പേറ്റൻറ്റിങ്ങിനുള്ള, നമ്മൾ പേറ്റൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് കൊടുക്കാനുള്ള സപ്പോർട്ട്, അങ്ങനെയൊക്കെയുള്ള സ്കീമുകളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ധാരാളം കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2-3 സ്ഥലങ്ങളിൽ, ഒന്ന് ഹെൽസിങ്കിയിലൊരു കോൺഫറൻസിന് നമ്മളെ കൊണ്ടുവരുന്നു. അതെല്ലാം ഫുൾ കോസ്റ്റ് അവർ കവർ ചെയ്ത് നമ്മളെ കൊണ്ടുപോകണം. കയ്യിൽ നിന്നൊന്നും കാശില്ലാതെ തന്നെ. സ്ലഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വേണ്ടി ബൈറാക്കിൻ്റെ സപ്പോർട്ടിൽ, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ പോയിട്ടുള്ളത് DSTയുടെ സപ്പോർട്ടിൽ പോയിട്ടുണ്ട്. ഇവിടെ ഈ ദുബായിൽ എക്സ്പോയിൽ, സ്റ്റാർട്ടപ്പ് എക്സ്പോയിൽ പോയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും പോയിട്ട്, പിന്നെ വിവാടെക് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ, പാരീസിലൊരു എക്സ്പോയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്, കണക്ഷൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ് സപ്പോർട്ട് സ്കീംസ് ധാരാളമുണ്ട്. പിന്നെ അവാർഡ്സിലും കുറേ കാശ് കിട്ടുന്ന, പൈസ കിട്ടുന്ന ടൈപ്പ് അവാർഡും കിട്ടിയിട്ടുണ്ട്. നാഷണൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അവാർഡിന് ഒക്കെയുള്ള കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫാർമ ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ഗ്രാൻഡ് ചലഞ്ച് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു. മെഡിക്കൽ ഡിവൈസസ് കാറ്റഗറിയിൽ നമ്മളായിരുന്നു വിന്നേഴ്സ്. 15 lakh rupees പ്രൈസ് മണി ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒക്കെ നമുക്ക് വളരെ സപ്പോർട്ടീവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നാഷണൽ ടെക്നോളജി അവാർഡ് കിട്ടിയിട്ടുണ്ട്. നാഷണൽ ടെക്നോളജി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവാർഡ്സ് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇക്കൊല്ലം റീസെൻ്റായിട്ട് ഒരു അവാർഡ് കിട്ടിയിരുന്നു. അത് മോസ്റ്റ് ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് ബിസിനസ് വേൾഡിൻ്റെ ഗ്രൂപ്പിൻ്റെ അവാർഡാണ് കിട്ടിയത്.
കഴിഞ്ഞ കൊല്ലം MSMEയുടെ ന്യൂ ജെൻ ഐക്കൺ അവാർഡ് കിട്ടിയിരുന്നു. അങ്ങനെ പിന്നെ നാസ്കോമിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ഹെൽത്ത് സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പല അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു രീതിയിൽ മാർക്കറ്റിങ്ങിനെ സഹായിക്കുന്നുണ്ട്. ഇത്രയും നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വളരെ സഹായിച്ചിട്ടുണ്ട് ഈ അവാർഡ്സ്. ആൾക്കാർ ഇത് കണ്ടു ഇത്ര അവാർഡ് കിട്ടിയ പ്രോഡക്റ്റ് നല്ലതായിരിക്കും എന്ന് എഴുതിയിട്ട് പീപ്പിൾ വിൽ കം ഫോർവേഡ് ആൻഡ് ദേ ആർ ഓൾസോ യൂസേഴ്സ് ആർ മോസ്റ്റ്ലി ഹാപ്പി വിത്ത് വാട്ട് വി ആർ ഡെലിവറിങ്. അതുകൊണ്ട് തിങ്സ് വിൽ ബി ബെറ്റർ ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. ഇത്രയും അവാർഡുകൾ പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ അവാർഡുകൾ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം റിവാർഡിങ് ആയിട്ടുള്ളൊരു അനുഭവമാണ്. തീർച്ചയായിട്ടും ആ ഒരു റിവാർഡിങ് എക്സ്പീരിയൻസ് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഇത്തരം ഒരു മേഖലയിൽ വർക്ക് ചെയ്യണതിൻ്റെയും ഇത്തരം പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നതിൻ്റെയും അതിൽ കൂടെ കിട്ടുന്ന ഒരു റിവാർഡിങ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും വെൻ സംബഡി ഈസ് ബെനിഫിറ്റഡ് ബൈ വാട്ട് യു ഡു, അറ്റ്ലീസ്റ്റ് ഒരാളുടെ ക്യാൻസർ എങ്കിലും ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു ലൈഫ് സേവ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സോ സാറ്റിസ്ഫൈങ്. അതാണ് really true. More than the monetary aspects or the recognition you get through the awards, saving people's life is much more cherishable and appreciated by all of us here. ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കണോമിക്കൽ ഗ്രോത്ത്, ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് ഇതുവരെയുള്ള ഒരു എക്കണോമിക്കൽ ഗ്രോത്തിനെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫണ്ടൊക്കെ റേസ് ചെയ്യാൻ പല ഗവൺമെൻറ് ഏജൻസീസിൽ നിന്നും ഇപ്പോൾ യൂണിക്കോൺ ഇന്ത്യ വെഞ്ചേഴ്സിൽ നിന്നും അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തൊരു സ്ഥാപനമാണല്ലോ. അപ്പോൾ ആ ഒരു എക്കണോമിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഫണ്ട് റേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ജേണീനെ പറ്റി എങ്ങനെയാണ്? ഫണ്ട് റേസിങ് ഞാൻ യൂണിക്കോൺ ഇന്ത്യ വെഞ്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല, അത് 2020 ഒരു ഫണ്ട് തരുന്നത്. അതിനുശേഷം ഞാൻ പലയിടത്തും പിച്ചിങ്ങിന് പോയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അവർ നിങ്ങൾക്ക് റവന്യൂ പോരാ, അതുപോലെ ഇതുപോരാ, കം ബാക്ക് ആഫ്റ്റർ 1 year എന്നൊക്കെ പറഞ്ഞ് വിടും. കുറച്ചുകൂടി റവന്യൂ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രോഡക്റ്റ് എക്സ്പെൻസിറ്റി വരാൻ പറ്റും. പക്ഷേ എനിക്ക് ഫണ്ട് കിട്ടിയത് അങ്ങനെയല്ല. ഞാൻ ഇവിടെ വെറുതെ ലാബിലിരുന്നപ്പോൾ 2 പേര് വന്ന് പുറത്ത് വന്ന് നോക്കിയിട്ട് ഒരു മേ കമ്മിൻ എന്ന് ചോദിച്ചു. എസ് കമ്മിൻ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് പറഞ്ഞു കൊടുത്തു. അവർ ഫോറിനേഴ്സ് ആയിരുന്നു. ദേ ഹാഡ് കം ഹിയർ ഫോർ എ മീറ്റിംഗ് ആക്ച്വലി ടൈം ആയിട്ട്. അപ്പം അവർ പ്രോഡക്റ്റ് കണ്ട് വളരെ ഇഷ്ടമായി. അപ്പം ദേ കെയിം ആൻഡ് ടോൾഡ് ദ പീപ്പിൾ, റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ ദാറ്റ്സ് എ സ്റ്റാർട്ടപ്പ് ലൈക്ക് ദിസ്, വൈ ഡോണ്ട് വി ഹാവ് എ ലുക്ക് അറ്റ് ദ ഫൗണ്ടർ. അവരെ പിന്നെ എന്നെ വിളിച്ചു ഇവിടെ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പം അവർക്ക് പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടമായി. അതുകൊണ്ട് അവർ പറഞ്ഞു വൈ ഡോണ്ട് യു മീറ്റ് അസ് ഇൻ ദി ഈവനിങ് അറ്റ് ഇവിടുത്തെ ഒരു ഹോട്ടലുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് കണ്ടപ്പം ഒന്നുകൂടി പ്രസൻറ്റേഷൻ, ഒരു പിച്ചിങ് നടത്തി, എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും ഫ്യൂച്ചർ പ്ലാൻസും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ വി വിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ് വാലുവേഷനെ ഫിക്സ് ചെയ്ത് ഷേക്ക് ഹാൻഡ് ചെയ്ത് അപ്പം തന്നെ പോവുക ചെയ്തു. എന്നിട്ട് ദേ ഗേവ് എസ് എ ടേം ഷീറ്റ്. ആ കമ്പനി എന്ന് പറയുന്നത് ഫിഷർ മെഡിക്കൽ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടറായിരുന്നു വന്നിരുന്നത്. അവർ സിംഗപ്പൂർ ബേസ്ഡ് ആണ് അവൻ്റെ CEO ഒക്കെ. ഒരു മെർക്കാറ്റസ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് $2 million ഫോർ 20% സ്റ്റേക്ക് ഇൻ ദ കമ്പനി അവർ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഫണ്ട് റേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഫണ്ട് വെച്ചാണ് നമ്മളിവിടെ ഒരു ഫെസിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ, മാനുഫാക്ചറിങ് ഫെസിലിറ്റി, R&D ഫെസിലിറ്റി എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. KSADCയുടെ ഒരു സ്ഥാപനമുണ്ടല്ലോ, ബയോ 360 ലൈഫ് സയൻസ് പാർക്ക് തോന്നക്കൽ. അവിടെ ഒരു 50 cents ഓഫ് ലാൻഡ് നമുക്ക് ഗവൺമെൻറ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ബിൽഡിംഗ് എല്ലാം കെട്ടാൻ വേണ്ടി 10,000 square feet ഒരു ബിൽഡിംഗ് നമ്മൾ കെട്ടുന്നുണ്ട്. അതിനുള്ള പ്ലാൻ എല്ലാം അപ്രൂവൽ ആയിട്ടുണ്ട്. വിൽ സ്റ്റാർട്ട് ദ ആക്ടിവിറ്റീസ് ഇൻ April this year and within 1 year we will complete everything and move to that building. അതാണ് നമ്മുടെ പ്ലാൻ. നിലവിലെ വാല്യുവേഷൻ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ 76 crore വാല്യുവേഷൻ ആണ് ഇപ്പോൾ ലാസ്റ്റ് നിലവിൽ. 77 less than 80, around 80 crore വാല്യുവേഷൻ. ഈ യൂണിക്കോൺ ഇന്ത്യ വെഞ്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അവർ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം 6 മടങ്ങ് പ്രോഫിറ്റ് ഉണ്ടാക്കി. അവരൊരു പാർഷ്യൽ എക്സിറ്റും ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരുന്നു കുറച്ച് കാലം മുന്നേ. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു വേണമെങ്കിൽ ഒരു ബിസിനസ് ആണെന്ന് കൂടെ നമുക്കിതിനെ പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു പ്രോഫിറ്റബിലിറ്റി എന്നൊരു ഫാക്ടർ വരുമ്പോഴും ഇപ്പോൾ ഈ ഒരു മേജർ ഇൻവെസ്റ്റർ പാർഷ്യലി എക്സിറ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഫണ്ടിങ്ങിനെ അത് എങ്ങനെയാണ് കൂടുതൽ ബെനിഫിഷ്യൽ ആവുകയാണോ, കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു സാധ്യത തുറന്നു കിട്ടുകയാണോ? തീർച്ചയായിട്ടും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് സാധ്യത തുറക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഗോട്ട് ഗുഡ് റിട്ടേൺ ഉണ്ട്. നല്ല റിട്ടേൺ കിട്ടി. അത് വിത്തിൻ 3-4 years ടൈം ഈ ഗോട്ട് ദ റിട്ടേൺ. സോ അത് നമുക്ക് ഈ ഫുൾ ഓൺ ഫണ്ടിങ്ങിനുള്ള ആൾക്കാർ വന്നുകൊണ്ടാണ്. അപ്പോൾ അവർ
നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ പലരുടെയും നിന്ന് ഷെയർ വാങ്ങിച്ചിട്ടാണ് ഈ 20% ആക്കുന്നത്, അല്ലാതെ ഫ്രഷ് ഇഷ്യൂ കൊണ്ട് തന്നെയല്ല. അപ്പം നമുക്ക് എനിക്ക് അതായത് ഈ ഫൗണ്ടർക്ക് കൂടുതൽ ഡൈല്യൂഷൻ വരണ്ട എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. ഡൈല്യൂഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് കമ്പനിയിലുള്ള ഇൻട്രസ്റ്റ് കുറയുന്നവർക്കറിയാം. അതുകൊണ്ട് വിത്തൗട്ട് ഡൈല്യൂട്ടിങ് മച്ച് ഓഫ് അവർ സ്റ്റേക്ക് they bought shares from other people who are already invested there. അങ്ങനെ അവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് ആണ് ആ സമയത്ത് യൂണിക്കോണിന് ഓഫർ ചെയ്തു. യൂണിക്കോൺ 2 കോടി അവരുടെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മാത്രമുള്ള ഇക്വലൻറ്റ് ഷെയർസ് മാത്രമേ അവർ വിറ്റുള്ളൂ. ബാക്കി അവരിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. They have faith in the company but they want to recoup whatever they invested and so that they can put the money in some other company to make it grow faster. അവർ സ്ട്രാറ്റജി ചെയ്തതാണ്. That's good for them also. I'm happy that they could get their money and I could at least make a way for them to exit the company, at least partially. അതാണ് നല്ലത്. ഈ നിലവിലുള്ള ഇപ്പോൾ സർക്കാരുകളുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നിലവിലുള്ള മെഡിക്കൽ പോളിസീസോ അല്ലെങ്കിൽ അത്തരം പോളിസികളിലൊക്കെ ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ടെക് ഇതിനുള്ള ടെക് സോഴ്സ് ചെയ്യണ അത്തരത്തിലുള്ള പോളിസികളിലൊക്കെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരിക അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ചേഞ്ചൊക്കെ കൊണ്ടുവന്നാൽ ഈ ഒരു ടെക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റുകൾ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്കോ NGOസിനൊക്കെ കൂടുതൽ ആക്സസിബിൾ ആവും, അത്തരത്തിൽ എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ ആലോചനകളോ? സജഷൻ എന്ന് പറയുന്ന ഈ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ്. അത് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്, നാഷണൽ ഹെൽത്ത് മിഷൻസ് ഉണ്ട്. അവർ ഇത്തരം ഡിവൈസിനെ അല്ലെങ്കിൽ പ്രോഡക്ട്സിനെ സപ്പോർട്ട് ചെയ്ത് അത് ലാർജ് സ്കെയിൽ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യും. അവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് ഫണ്ട് കിട്ടും. ആ ഫണ്ട് റൂട്ട് ചെയ്ത് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം, അതായത് PHCs, നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് ഒക്കെ കേരളത്തിൽ ധാരാളമുണ്ട്, അതുവഴിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അവർ എടുക്കേണ്ടത് നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാർ അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു സ്റ്റാർട്ടപ്പാണല്ലോ, ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പുറത്തെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലത്തെ ഹെൽത്ത് സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണില്ല? അവർക്ക് കയ്യിൽ നിന്ന് കാശെടുക്കാതെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് റൂട്ട് ചെയ്ത് വേണ്ടവർക്ക് ചെയ്യാം. അതൊരു മനസ്ഥിതി കാണിക്കുന്ന ആവശ്യമാണ്. അത് ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഡിസീസിൻ്റെ കൊണ്ടുള്ള ഡെത്ത് റേറ്റ്സ് കുറയ്ക്കാനെങ്കിലും അത് സഹായിക്കുമെന്ന് ആലോചിക്കാമല്ലോ. ആ രീതിയിൽ ചെയ്യേണ്ട അത്യാവശ്യമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റീവ് വേണം. ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററൊക്കെ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് നടത്താൻ പറ്റുന്നേ. അവരുടെ കീഴിലാണ് ഈ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സ്റ്റേറ്റ് ബോഡി വർക്ക് ചെയ്യുന്നത്. They can tell them, why don't you try out this and source the funds from some quarters or get it done. അവർക്ക് വേറെ പൈസ ഇല്ല. ഇതിൻ്റെ CSR ഫണ്ട്സ് ഉണ്ട്. CSR ഫണ്ട്സ് ആർ ദെയർ ഫോർ എവറി സ്റ്റേറ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്പനീസിൻ്റെ ഇഷ്ടംപോലെ ഫണ്ടുണ്ട്. ഗവൺമെൻറ് ക്യാൻ ഗെറ്റ് ദോസ് ഫണ്ട്സ്. അവിടുത്തെ കേരളത്തിലെ കമ്പനീസോ പുറത്തെ കമ്പനീസ് ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, they have lots of funds like that. Other states are utilizing that kind of funds to buy our device and implement it through the PSCs in other states. Why can't we also do it? അതിനൊരു മനസ്ഥിതി ഉണ്ടാവണം. നമ്മുടെ നാൾക്കാലിൽ രോഗം നേരത്തെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിലവ്, അതിൻ്റെ ചികിത്സാ ചിലവ് കുറഞ്ഞിരിക്കും, ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റും അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അത് കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു സങ്കടമായ അവസ്ഥയാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ അയച്ചിട്ടുണ്ട് ചീഫ് മിനിസ്റ്റർക്കും അതേണക്ക് ഹെൽത്ത് മിനിസ്റ്റർക്കും ഒക്കെ അയച്ചിട്ടുണ്ട്. അവർക്കൊരു മറുപടി പോലും തന്നിട്ടില്ല എനിക്ക് ഇതേവരെ. അതായത് പ്രൊപ്പോസൽ പോലെ അത് കൊടുത്തിട്ടുണ്ട്, ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ചെയ്യുന്നു, മറ്റേ മഹാരാഷ്ട്രയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ പോയി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അവിടെ ആൾക്കാർ വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് അധികം ഇല്ല. അപ്പോൾ ഇന്ത്യയിലിപ്പോൾ മഹാരാഷ്ട്ര പോലെ തന്നെ ഇപ്പോൾ വേറെ എവിടെയൊക്കെയാണ് സാസ്കാൻ്റെ ഒരു പ്രസൻസ്? എല്ലായിടത്തും ഉണ്ട്. രാജസ്ഥാനിലുണ്ട്, ഡൽഹിയിലുണ്ട്, പല സ്ഥലങ്ങളിലും. ഇപ്പം മിലിറ്ററിക്ക് വേണ്ടി അടുത്ത കൊല്ലം മിക്കവാറും ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാംഗ്ലൂർ ധാരാളം ഡിവൈസ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ HCG ബാംഗ്ലൂരിൽ, HCG ഭോപ്പാലിൽ, ഇങ്ങനെ 2 സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നാഗ്പൂരിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ഡിവൈസ് ഉണ്ട്. ഇന്റർനാഷണലിയും എവിടെയെങ്കിലും? ഇല്ല. ഇന്റർനാഷണൽ നമ്മളൊരു എഫേർട്ട് എടുക്കുന്നത് ഇപ്പം ജപ്പാനിലാണ്. ജപ്പാനിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൊളാബറേറ്റർ ഉണ്ട്, അവിടുത്തെ ഒരു ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവിടെ ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് റെഗുലേറ്ററി അപ്രൂവൽ വാങ്ങിയിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാമുണ്ട്. അതിലൊരു MOU ഒക്കെ സൈൻ ചെയ്ത് അവിടെ ഇപ്പം ട്രയൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറാനുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ ഗൾഫിലേക്കൊക്കെ നമ്മൾ പലപ്പോഴും ശ്രമിച്ചതാണ്, നടന്നിട്ടില്ല. നല്ലൊരു പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ അവിടെ ഇറങ്ങണമെന്നുണ്ട്. ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് എക്സിക്യൂഷൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും
എല്ലാവർക്കും ഈ പുതിയ പ്രോഡക്റ്റ് ആകുമ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ട്. ഇത് വർക്ക് ചെയ്യുമോ, എന്താണ് ഇതിങ്ങനെ പോകുന്നുള്ള സംശയമുള്ളതുകൊണ്ട് അധികം വരാത്തതായിരിക്കും. എങ്കിൽ തന്നെ വി ഹോപ്പ് തിങ്സ് വിൽ വർക്ക് ഔട്ട് ഗോയിങ്. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡ് കൂടെ ആകുമ്പോൾ കുറച്ച് സ്കെപ്റ്റിസിസത്തിൻ്റെ അതെ 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 അതെ. അപ്പോൾ ഈ ജപ്പാൻ ചൂസ് ചെയ്തതാണോ അതോ അവിടെ അത് വേറൊരു കണക്ഷൻ വഴി വന്നതാണ്. അതായത് അവിടെ നിന്ന് നമുക്കൊരു ഹൈദരാബാദിലൊരു ചാനൽ പാർട്ട്ണർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാനൽ പാർട്ട്ണറിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ജപ്പാനിലാണ്. പുള്ളി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റം അറിയാം. പക്ഷേ അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണൽസുമായിട്ട് കണക്ഷൻ ഉണ്ട് പുള്ളിക്ക്. അങ്ങനെ അവർ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ജപ്പാനിൽ എൻ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരിക ചെയ്യില്ല. അങ്ങനെയാണ് നമ്മൾ ജപ്പാനിൽ എൻ്റർ ചെയ്യാൻ ഇടയായത്. എല്ലാം ഇത് കോയിൻസിഡൻസ് ആൻഡ് ചാൻസ് ഉള്ളി. ഈ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഇമേജിങ് ടെക്നോളജി അല്ലെങ്കിൽ അത്തരം പ്രൊഡക്ട്സിൻ്റെ ഒപ്പം തന്നെ കുറേ റീബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി. റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഫോട്ടോബയോ മോഡുലേഷൻ എന്നൊരു ടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരുപാട് ഡിസീസസ് ഉണ്ട്. അതിനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഡിവൈസസ് ആണ് മോസ്റ്റ്ലി അതിൻ്റെ അകത്തുള്ളത്. ആ ഡിവൈസ് അഫോർഡബിൾ ആയിട്ട് പുറത്ത് കിട്ടുന്നതുകൊണ്ട് അത് വാങ്ങിച്ച് വിൽക്കാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ്. അത് ഫോർ എക്സാമ്പിൾ നമുക്ക് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അലർജി സിംറ്റംസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ ഡ്യൂ ടു പാർക്കിൻസൺസ് ഓർ അൽസൈമേഴ്സ്, ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മോഡുലേഷൻ തെറാപ്പി വളരെ യൂസ്ഫുൾ ആണെന്ന് ധാരാളം ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സയൻറ്റിസ്റ്റൊക്കെ റിസർച്ച് ചെയ്ത് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് അധികം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെ ഇവിടെ നേരത്തെ തന്നെ ഒരു പ്രപ്പോസൽ ഇതിനു വേണ്ടി ഒരുപാട് ട്രൈ ചെയ്താണ്. എനിക്ക് ഫണ്ടിങ് കിട്ടിയില്ല. പ്രത്യേകിച്ച് ബ്രെയിൻ മോഡുലേഷൻ, ഈ ഫോട്ടോബയോ മോഡുലേഷൻ ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫീൽഡിൽ നല്ലതാണെന്ന് കരുതിയിട്ട് ഇപ്പം ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഡിവൈസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ വാങ്ങുന്നതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി, ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടി, ഈ പെയിൻ റിലീഫ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കുക, അതിന് വേണ്ടിയുള്ള ഡിവൈസൊക്കെയാണ് നമ്മൾ കൂടുതലും വാങ്ങി വയ്ക്കുന്നത്. അത് അഫോർഡബിൾ ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷേ എല്ലാവരും അറിഞ്ഞു വന്ന് വാങ്ങുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആർക്കും അറിയില്ല ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പിക്കാണെങ്കിൽ ഇങ്ങനെ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ജോയിൻറ്റ് പെയിന്, ജോയിൻറ്റ് മൂവ്മെൻറ്റ്, ഫ്ലെക്സിബിലിറ്റി കൂട്ടുക, അങ്ങനെയൊക്കെയുള്ള ആവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ഒന്നുകൂടി മാർക്കറ്റിംഗ് സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ ഫോട്ടോബയോ മോഡുലേഷൻ ഫോർ ബ്രെയിൻ, പിന്നെ വേഗസ് നെർവ് സ്റ്റിമുലേഷൻ, ഈ ഫീൽഡിൽ നമ്മൾ ഡിവൈസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അധികം താമസിയാതെ ഒരു കൊല്ലത്തിന് മാർക്കറ്റിൽ എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് അലർജി സിംറ്റംസിന് നല്ലതാണ്, ആർത്രൈറ്റിസ് പ്രോബ്ലംസിന് നല്ലതാണ്, മെമ്മറി ലോസ് ഉള്ളവർക്ക് അത് നല്ലതാണ്. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ധാരാളം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് പലരുടെയും കേസുകളിൽ. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കെയിലപ്പ് പ്ലാനുകൾ എന്ന രീതിയിൽ എന്തൊക്കെയാണുള്ളത്? എങ്ങനെ വൈഡ് സ്പ്രെഡ് ആക്കണം, അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മുടെ പ്രസൻസ് കൊണ്ടെത്തിക്കണം, അത്തരത്തിലുള്ള സ്കെയിലപ്പ് പ്ലാൻ? മാർക്കറ്റിങ്ങിന് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണമെന്നുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ നല്ല ചാനൽ പാർട്ട്നേഴ്സിനെ വെച്ച് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. കൂടുതലും ആ ഫീൽഡാണ് അവിടെയാണ് നമുക്ക് കാണുന്നത്. അതായത് അവർക്കാകുമ്പം റീച്ച് ധാരാളമുണ്ട്. ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ റൂറൽ ഏരിയാസിലൊക്കെ അവർക്ക് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അതുവഴിയിട്ട് നമ്മൾ ലാർജർ ഏരിയയിലേക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കീംസ് കൊണ്ടുവന്ന് ഗവൺമെൻറ് വഴി ചാനൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡിവൈസ് വിൽക്കാനും പറ്റും, കൂടുതൽ റവന്യൂ ഉണ്ടാക്കാനും പറ്റും, കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ ആൾക്കാർക്ക് ബെനിഫിറ്റും ഉണ്ടാകും. അതുവേണ്ടി പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഗോവയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയിട്ട് പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം താല്പര്യം കാണിക്കുന്നത് ഇംപ്ലിമെൻറ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും ഇംപ്ലിമെൻറ്റേഷനിലാണ് കുഴപ്പം വരുന്നത്. അതൊക്കെ ഞാൻ വെസ്റ്റ് ബംഗാളിൽ പോയിട്ടുണ്ട്, അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഡിസ്കഷന് പോയിട്ടുണ്ട്, പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് എന്തുകൊണ്ടോ എനിക്കറിയില്ല, ലാസ്റ്റ് സ്റ്റേജിലേക്ക് റോൾ ഔട്ട് ചെയ്ത് വരുന്നില്ല. പക്ഷേ അരുണാചൽ പ്രദേശിൽ ഞങ്ങളൊരു സ്ക്രീനിങ് പ്രോഗ്രാം ഒരു 1.5 കൊല്ലം ചെയ്തിട്ടുണ്ട്. അതൊരു NGO ആയിട്ട് ചേർന്നിട്ട് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഗ്രാജുവലായിട്ട് ഇവോൾവ് ചെയ്ത് വരുമെന്നാണ് പ്രതീക്ഷ. ഗ്രാജുവലായിട്ട് ഇത് നല്ല സ്കെയിലപ്പ് ചെയ്ത് നല്ലൊരു കമ്പനിയായിട്ട് ഇവോൾവ് ചെയ്ത് വരും എന്നുള്ള പ്രതീക്ഷയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇത്തരം അഫോർഡബിൾ ആയിട്ടുള്ള മെഡിക്കൽ സൊല്യൂഷൻസ് കൊണ്ടുവരുന്ന കമ്പനികൾ അല്ലെങ്കിൽ അത്തരം ഐഡിയാസ് ഉള്ള ആൾക്കാരും അവർ ത്രൂ ഉണ്ടാവുന്ന സ്ഥാപനങ്ങളും കൂടുതലായിട്ട് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ട്, അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ വിചാരിക്കണം? മാത്രമല്ല ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ഒരു മേഖല മാത്രമല്ല, ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇവിടെ പുതിയ ഐഡിയാസ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകളായിട്ടൊക്കെ ആൾക്കാർ വരേണ്ടതിൻ്റെ ആവശ്യകതയും, അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു മെസ്സേജ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനെപ്പറ്റി.
വരേണ്ട ആവശ്യകത പറയേണ്ട ആവശ്യമില്ല, അത് അത്യാവശ്യം തന്നെയാണ്. പുതിയ പുതിയ സ്റ്റാർട്ടപ്പ്സ് വരികയും പുതിയ പുതിയ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് വരികയും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് വളരെ ബെനിഫിറ്റ് ഉണ്ടാകും, അത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ അവർക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പെർസീവിയറൻസ് വേണം. അതായത് നമ്മൾ എപ്പോഴും എന്നും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അത് പ്രോബ്ലംസ് ഉണ്ടാകും കമ്പനിയിൽ. അതെങ്ങനെ തരണം ചെയ്യുന്നുള്ളതാണ് പ്രധാനം. നമ്മളതിൽ പതറാതെ അതിന് കറക്റ്റായിട്ട് സൊല്യൂഷൻ ആലോചിച്ച് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. പുറത്തോട്ട് പോകാതിരിക്കുക. നമ്മൾ ചില ടെക്നോളജി ഉണ്ട്, ഇപ്പോൾ നമ്മൾ പുതിയൊരു സാധനം ഇംപ്ലിമെൻ്റ് ഫെയിൽ ഫാസ്റ്റ് എന്ന് പറയും. അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫെയിൽ ചെയ്തിട്ട് പുതിയ ഐഡിയ എന്ന് മാറിയിട്ട് വേറെ ഐഡിയ ആയിട്ട് വരണമെന്നാണ് പറയുന്നത്. അല്ല അതിനുവേണ്ടി തന്നെ നമ്മളിങ്ങനെ ചുകം നിൽക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായമല്ല, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മിക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡയറക്ഷനും പല ഡയറക്ഷനിൽ ആലോചിക്കുക. നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുക, ടീമുമായിട്ട് മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഓരോരുത്തരുടെ ഐഡിയ എടുത്തിട്ട് നല്ലതാണെന്ന് നോക്കുക. നമ്മുടെ കാര്യം കുറച്ചുകൂടി അറിവുള്ള ആൾക്കാരുണ്ടാവും, മെൻറ്റേഴ്സ് ഉണ്ടാവും, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഏത് പ്രോബ്ലം ആണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അത് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ തോറ്റോടാനുള്ള രീതിയിൽ പോകരുത്. നമ്മൾ നേടിയേ എടുക്കൂ എന്നുള്ള രീതിയിൽ ദൃഢനിശ്ചയത്തോടെ പോയി കഴിഞ്ഞാൽ ഏത് സ്റ്റാർട്ടപ്പാണ് ഫൗണ്ടേഴ്സിനാണെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റും. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ, ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വില്ലിംഗ് ആണ്. ഞാൻ സഹായിക്കാറുമുണ്ട് എൻ്റെ അറിവിലുള്ള എല്ലാവരെയും. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ, നമ്മുടെ കൂടെ കമ്പനിയുടെ ജേണിയും സാറിൻ്റെ ജേണിയും ഷെയർ ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. എന്തായാലും സാസ്കാനിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചതിൽ വളരെ സന്തോഷമുണ്ട്.